ഹലോ എവരി വൺ. സയന്റിഫിക് ഓഫീസറും ഫിസിക്സുമായി റിലേറ്റ് ചെയ്ത ഒരു ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സയന്റിഫിക് ഓഫീസർ ഫിസിക്സിന്റെ കൺഫർമേഷൻ ഡേറ്റ് ഒക്കെ വന്ന ഒരു സാഹചര്യമാണ് ഇപ്പോ. നമുക്കറിയാം, കൺഫർമേഷൻ ഡേറ്റുകൾ കൊടുക്കേണ്ട എത്രയും പെട്ടെന്ന് കൺഫർമേഷൻസ് കൊടുക്കുക, പിന്നീടത്തേക്ക് വെക്കാതെ കൺഫർമേഷൻ എത്രയും നേരത്തെ കൊടുക്കുന്നതാണ് എത്രയും നല്ലത്. അപ്പൊ കൺഫർമേഷൻസ് ഒക്കെ വന്ന് നമ്മളെ പഠനമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയമായിരിക്കും ഇപ്പോ എന്ന് തോന്നുന്നു അല്ലെ? എല്ലാവരും പഠിക്കാനുള്ള എല്ലാവരും, അതുപോലെ തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും, എക്സാം അപ്ലൈ ചെയ്ത എല്ലാവരും എല്ലാം ആ ഒരു പഠനത്തിന്റെ ആ ഒരു കൺഫർമേഷൻ ഒക്കെ വന്നപ്പോഴേക്കും നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി അതിന് മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കും പഠനത്തിന്റെ കാര്യത്തില് എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നമുക്ക് കൺഫർമേഷൻ വന്നതിന്റെ പിന്നാലെ നമുക്ക് എന്തായി, പുതിയൊരു സിലബസ് നമ്മുടെ പഴയ സിലബസ് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സിലബസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോ നമുക്ക് ആ സിലബസ് ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കുന്നു. സിലബസുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ നമ്മൾ മുന്നേ ചോദിച്ചത് നമുക്ക് റിലേറ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് കണ്ടന്റുകൾ, അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ഈ എക്സാമിന്റെ ആ ഒരു ഐഡിയ, എങ്ങനെ നമ്മൾ പഠിക്കണം, ഏത് റെഫറൻസ് ബുക്ക് വേണം എന്നൊക്കെ നമ്മൾ നോക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നോക്കുന്നത്. നോക്കൂ, ഏൺസ് അക്കാഡമിയുടെ ഒരു പുതിയ ക്ലാസ് ആണ്, അല്ലെങ്കിൽ പുതിയൊരു വെബിനാർ സെഷൻ ആണ്. അപ്പൊ ഏൺസ് അക്കാഡമി അച്ചീവ് ചെയ്ത മുന്നത്തെ ഗോളുകൾ ഒന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് ഒരുപാട് സൃഷ്ടിച്ചിട്ടുണ്ട് ഏൺസ് അക്കാഡമി. സോ കേരള വാട്ടർ അതോറിറ്റിയില്, അതുപോലെ തന്നെ ജൂനിയർ മാനേജർ, അസിസ്റ്റന്റ് സയന്റിസ്റ്റ്, ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ സിവിൽ എഞ്ചിനീയർ, അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ, ഇതെല്ലാം നമുക്ക് കിട്ടിയ അച്ചീവ്മെന്റ്സ് ആണ് ബിഗ് ലേണിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമില്. അപ്പൊ നിങ്ങളും അടുത്ത ഒരു ഫോട്ടോ നിങ്ങളുടെ ഈ ഒരു ഇതിൽ വരുന്ന പോലെ ആവട്ടെ. എല്ലാവരും സയന്റിഫിക് ഓഫീസർ ഫിസിക്സിൽ നല്ലപോലെ പഠിക്കുക. പഠനത്തിന്റെ ആ ഒരു മൊമെന്റം നമുക്ക് കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പൊ സത്യത്തില്. നവംബർ ലാസ്റ്റ് ആണ് എക്സാം അല്ലെ? അപ്പൊ നവംബർ ലാസ്റ്റ് എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ, ഇപ്പൊ ആ ഒരു നല്ല രീതിയിൽ പഠിക്കേണ്ട ആ ഒരു സമയമാണ് ഇപ്പോൾ. ആക്ച്വലി കൺഫർമേഷൻ വന്നതുകൊണ്ട് ഒരു ഘട്ടം കൂടി നമ്മൾ ആ നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളതിലേക്ക് ഒന്നും കൂടി നമ്മൾ സ്പീഡപ്പ് ആക്കണം. കാരണം ഇപ്പോൾ നമ്മൾ ഏകദേശം 2 മാസമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ അടുത്തൊരു ഫോട്ടോ നിങ്ങളുടെയും കൂടി വരുന്ന പോലെ ഈ ഒരു പഠനം നിങ്ങൾ നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകുക. നമ്മളെ സെഷനിൽ നമ്മളൊരു 100 ഡേ സ്റ്റഡി പ്ലാൻ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു മുന്നേ. അപ്പോൾ അതിന്നൊക്കെ ഒരു സ്റ്റെപ്പും കൂടി മുന്നോട്ട് കടന്നു. കൺഫർമേഷൻ കൊടുക്കുന്ന സമയമായി, പുതിയ സിലബസ് വന്നു. അപ്പോൾ ആ സിലബസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, സിലബസ് നമുക്ക് ഓരോന്നായിട്ട്. അതിന് മുന്നേ ഈ പോസ്റ്റിന്റെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ദ സയന്റിഫിക് ഓഫീസർ ഇൻ ഫോറൻസിക്കിലെ സയന്റിഫിക് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ്, കേരള പോലീസിലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ സയന്റിഫിക് ഓഫീസർ തസ്തികയിലേക്കുള്ള പരീക്ഷയാണ് സത്യത്തിൽ നടക്കുന്നത് അല്ലെ? നോക്കൂ, ഇതിലെ കാറ്റഗറി നമ്പർ 636/2 2023. 2023 വന്ന നോട്ടിഫിക്കേഷന് 2024, ഒരു വർഷം അല്ലെ? നമുക്ക് എന്താ ഒരു ഇത്രയും സമയം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് 29-ാം തീയതിയാണ് നവംബർ പരീക്ഷ. അപ്പൊ ഒരു 7-8 മാസം മുന്നെയാണ് നമുക്ക് ആക്ച്വലി ഈ നോട്ടിഫിക്കേഷൻ വന്നത്. ഇത് സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് കേരള പോലീസ് സർവീസിലോട്ടുള്ള ഒരു പരീക്ഷയാണ് സയന്റിഫിക് ഓഫീസർ. അതിലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള പരീക്ഷയാണ് സയന്റിഫിക് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് സിലബസിലോട്ട് പോകുന്നു. പുതിയൊരു സിലബസ് വന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു സിലബസ് ഡിസ്കഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. നോക്കൂ, ക്ലാസിക്കൽ മെക്കാനിക്സ് വലിയ മാറ്റങ്ങളൊന്നും പുതിയ സിലബസ് പഴയ സിലബസ് നമ്മൾ പറയുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വളരെ കൃത്യമായി റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഓരോ നമ്മുടെ 10 മൊഡ്യൂള് 10 മാർക്ക്, അങ്ങനെയാണ് ഡിവിഷന്റെ ഒരു രീതി പോയിരിക്കുന്നത്. അപ്പൊ ആക്ച്വലി 10 മൊഡ്യൂള് നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഒരു സ്വഭാവം ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സോഷ്യൽ സിനാരിയോയില് ഒരു 70-ന് മുകളിൽ ഉറപ്പിച്ചാൽ നമ്മൾ സേഫ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫിനേക്കാൾ കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫും അതുപോലെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളുടെയും മാർക്കുകളൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത്ര പോരെ എന്ന് വിചാരിച്ചിരിക്കേണ്ട ഒരു സാഹചര്യമെല്ലാം നിലവില് നമ്മുടെ സമൂഹത്തിലുള്ളത്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ജോലികളിൽ നേരിട്ട് ഗസ്റ്റഡ് ഓഫീസറായി കിട്ടുന്ന ഒരു ജോലിയാണ് അല്ലെ? നല്ല ഗ്ലാമറസ് ആയ ഒരു പോസ്റ്റ്, നമ്മുടെ അടിപൊളിയായിട്ടുള്ള സാലറി പാക്കേജ്. അപ്പോ നല്ല കോമ്പറ്റീഷൻ ലെവൽ എന്തായാലും PG പഠിച്ചൊരു കുട്ടിക്ക്, PG പഠിച്ച് ഇറങ്ങുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ അവർക്ക് സിലബസ് ഒക്കെ അത്യാവശ്യം നല്ലപോലെ കയ്യിലുണ്ടായിരിക്കും. കാരണം നമ്മൾ PG ക്ലാസ്സിന് പഠിച്ച് ഫ്രഷ് ആയിരിക്കുന്ന ആൾക്കാരാണ്.
അങ്ങനത്തെ മാത്രമല്ല, ഒരുപാട് ആക്ച്വലി എപ്പോഴും നമുക്ക് ഒരു അങ്ങനത്തെ ഒരു ഫ്രഷ് ആൾക്കാരെയൊക്കെ ചിലപ്പോഴൊക്കെ എന്താണ് കുറച്ച് ഗ്യാപ്പ് വന്നവരാണ് അതിൽ മുന്നേറുന്നത്. നമ്മൾ ഒരുപാട് കുറെ മോട്ടിവേഷൻ ആയിട്ടുള്ള കുറെ വീഡിയോസ് നമ്മൾ അല്ലെ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ എപ്പോഴും നമുക്ക് തോന്നും കുറച്ച് ഗ്യാപ്പ് ആയിട്ട് വന്നവരാണ്, അവർക്ക് എന്ത് തോന്നും ഇവരെക്കാൾ മുന്നേ അതെ അല്ലെ ഇപ്പോൾ ഒരു ഫ്രഷ് ആണ്, നമ്മൾ കുറച്ച് ബാക്കിലാണോ സംശയം വരുന്നത് കൊണ്ട് അവരെപ്പോഴും മുന്നേറാൻ ശ്രമിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. ഇപ്പൊ പഠിച്ചവരും മുന്നേ പഠിച്ചവരൊക്കെ ആയിട്ട് PG പഠിച്ചൊരു കുട്ടിയാണ് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തത് നമുക്കറിയാം. അതുകൊണ്ട് PG സിലബസിലെ പല കാര്യങ്ങളും നമുക്ക് ഓർമ്മയുണ്ടാകും. ആ ഓർമ്മകളൊക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒന്ന് പൊടിതട്ടിയെടുത്ത് കണ്ടന്റിലോട്ട് കടന്നാൽ മതി. നോക്കൂ, നമുക്കപ്പോ സിലബസിലോട്ട് കടക്കാം. ക്ലാസിക്കൽ മെക്കാനിക്സിന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് 10 മാർക്കാണ് ക്ലാസിക്കൽ മെക്കാനിക്സിന്. നമുക്ക് PG ലെവലിൽ പഠിക്കുന്ന ഒരു കുട്ടി ആദ്യം പഠിക്കുന്ന ഒരു പേപ്പറാണ് ഈ ക്ലാസിക്കൽ മെക്കാനിക്സ്. ആദ്യ കാലഘട്ടങ്ങളിൽ PGയുടെ പഠിക്കുന്ന പേപ്പറാണ് ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത് അല്ലെ. 10 മാർക്കാണ് ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഉള്ളത്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ ആദ്യം കൊടുക്കുന്ന കാര്യം എന്താണ്? ആദ്യം നമ്മൾ പഠിക്കുക കൺസ്ട്രെയിൻസ് എന്താണ് അല്ലെ. കൺസ്ട്രെയിൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻസ്, ഹോളോണോമിക് കൺസ്ട്രെയിൻസ്, നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻസ്. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? റെസ്ട്രിക്ഷൻസ് ആണ് അല്ലെ. മോഷനിൽ വരുന്ന ഒരു റെസ്ട്രിക്ഷൻ, അതാണ് നമുക്ക് കൺസ്ട്രെയിൻസ് എന്ന് പറയാം അല്ലെ. കൺസ്ട്രെയിൻസിനെ ആക്ച്വലി 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹോളോണോമിക് കൺസ്ട്രെയിൻസും അതുപോലെ തന്നെ എന്താണ് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻസും. അതായത് ഇക്വേഷൻ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നവരെ നമ്മൾ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് എന്നും ഇക്വേഷൻ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്തവരെ നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് എന്നും വിളിക്കും അല്ലെ. അതുപോലെ തന്നെ ടൈം ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ടിട്ട് റിയോനോമസ് കൺസ്ട്രെയിൻസും അതുപോലെ തന്നെ സ്ക്ലീറോനോമസ് കൺസ്ട്രെയിൻസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഒക്കെ ഒന്നും കൂടി ഒന്ന് പൊടിതട്ടി എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ കൺസ്ട്രെയിൻസ്, അതുപോലെ തന്നെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്, ഡി അലംബർട്ട്സ് പ്രിൻസിപ്പിൾ എന്താണ്, ലെഗ്രാഞ്ചീസ് ഇക്വേഷൻ അല്ലെ. ലെഗ്രാഞ്ചീസ് ഇക്വേഷൻ d/dt ഓഫ് ഡോ എൽ ബൈ അല്ലെങ്കിൽ ഡെൽ എൽ ബൈ ഡെൽ QJ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ QJ ഈസ് ഈക്വൽ ടു 0. അതാണ് നമ്മുടെ ലെഗ്രാഞ്ചീസ് ഇക്വേഷൻ. ഇതൊക്കെ നിങ്ങൾ ആ സമയത്ത് പഠിച്ചത്. ലെഗ്രാഞ്ച് ഇക്വേഷൻ എങ്ങനെയാണ് ഓരോ സിസ്റ്റത്തിന്റെ എഴുതുക എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ വെലോസിറ്റി ഡിപെൻഡന്റ് പൊട്ടൻഷ്യൽ എന്താണ്, ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ എന്താണ്, ലെഗ്രാഞ്ചീസ് ഇക്വേഷൻസ് ഫ്രം ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ എങ്ങനെ ഡിറൈവ് ചെയ്യാം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് കെപ്ലർ പ്രോബ്ലം, ഹാമിൽട്ടൺ HJ ഇക്വേഷൻ, ഹാമിൽട്ടൺ ജാക്കോബി ഇക്വേഷൻ, HJ ഇക്വേഷൻ. അതുപോലെ തന്നെ ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ, ഹാമിൽട്ടൺ ജാക്കോബി ഇക്വേഷൻ ഫോർ ലീനിയർ ഹാർമോണിക് ഓസിലേറ്റർ. ഇമ്പോർട്ടന്റ് ആണ്. HJ ഇക്വേഷൻ എങ്ങനെയാണ് ഒരു ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഓയിലേഴ്സ് ആംഗിൾ അല്ലെ, ഓയിലർ ആംഗിൾ എന്താണ്. പിന്നെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും കൊറിയോളസ് ഫോഴ്സും ഒക്കെ നമ്മൾ കുറച്ച് പ്രിലിമിനറി ആയി പഠിക്കുന്നതും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഏകദേശം കാണുന്നതുമായിട്ടുള്ള സംഭവമാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സും കൊറിയോളസ് ഫോഴ്സും ഒക്കെ. പിന്നെ നോൺ ലീനിയർ ഓസിലേഷൻസ്, ലിമിറ്റ് സൈക്കിൾസ്, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കയോസൊക്കെയുമായി ബന്ധപ്പെട്ട് കയോസ് എന്താണ്, ലോജിസ്റ്റിക് മാപ്പ് എന്താണ്, ഇതൊക്കെ കുറച്ച് ലാസ്റ്റ് ഭാഗങ്ങളിലോട്ട് വന്നു അല്ലെ. ഇതാണ് നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഒരു സിലബസ് എന്ന് പറയുന്നത്. ക്ലാസിക്കൽ മെക്കാനിക്സിന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് 10 മാർക്കാണ് ക്ലാസിക്കൽ മെക്കാനിക്സിന് ഭാഗത്തുനിന്ന് വരുന്നത് എന്നവർ കൃത്യമായി സിലബസിൽ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഒരു സിലബസും ഒരു കൃത്യമായ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ഉള്ള ഒരു പരീക്ഷ പാസ്സാവുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. സോ 10 മാർക്കാണ് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമുക്കുള്ളത്. ആ 10 മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ ഉറപ്പായിട്ടും ഈ ഒരു സിലബസിന്റെ ഏകദേശം ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ലെഗ്രാഞ്ചിയൻ, ഹാമിൽട്ടൺ ഇക്വേഷൻ, ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മെജോറിറ്റി നമുക്ക് മുകളിലത്തെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ലാസ്റ്റ് വരുന്നവരും കുറച്ച് നമ്മുടെ കയോസിന്റെ ഭാഗങ്ങളൊക്കെ എത്തുമ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് ആ ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കാം. അപ്പൊ അങ്ങനെയാണ് ആ ഒരു 10 മാർക്കിന്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഇമ്പോർട്ടന്റ് ആണ്. ക്ലാസിക്കൽ മെക്കാനിക്സ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന പേപ്പറാണ് ക്ലാസിക്കൽ മെക്കാനിക്സ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും ഏകദേശം. പിന്നെ വലിയ ബുദ്ധിമുട്ടിക്കാത്തൊരു പേപ്പറുമാണ് ക്ലാസിക്കൽ മെക്കാനിക്സ്. അതുകൊണ്ട് ഈ 10 മാർക്ക് നമ്മൾ എഷ്യൂർ ചെയ്യാം. ഓക്കെ, ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിക്കാൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക ഒരുപക്ഷെ അരുൾദാസ് സാറിന്റെ ബുക്ക് ആയിരിക്കും നമ്മൾ PGക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടാവുക. JC ഉപാധ്യായയുടെ ബുക്കാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്ക്. എങ്കിൽ പോലും ഇപ്പൊ കൺഫർമേഷൻ ഒക്കെ കൊടുക്കാൻ ഒക്കെ വന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോ JC ഉപാധ്യായ സാറിന്റെ ബുക്കൊന്നും വായിച്ചു പിടിക്കാനുള്ള സമയം നമുക്കില്ല.
ക്ലാസിക്കൽ മെക്കാനിക്സിലെ അരുൾദാസ് സാറിന്റെ ബുക്ക് നമ്മൾ പ്രീവിയസ് ആയി എടുത്തു വെച്ച നോട്ടുകള്, MCQ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഈ ആപ്പ് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മുടെ പഴയ നോട്ടുകൾ ഈ നമുക്ക് ആപ്പിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ നോട്ട്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോട്ട്സ് അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലാസ്സുകൾ ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ആ ഒരു സിലബസും അതുപോലെ തന്നെ അതുമായി റിലേറ്റ് ചെയ്ത ബുക്കും. ഓക്കെ, നോക്കൂ, നമുക്ക് ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പോയ്സൺ ബ്രാക്കറ്റ്? ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റും പോയ്സൺ ബ്രാക്കറ്റുമായി റിലേറ്റ് ചെയ്യുന്ന നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിലെ കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റും ക്ലാസിക്കൽ മെക്കാനിക്സിലെ പോയ്സൺ ബ്രാക്കറ്റും. So what is the significance of Poisson bracket in classical mechanics? Option 1 നോക്കൂ. It is used to calculate the time evolution of a system. It is used to calculate the energy of a system. It is used to calculate the angular momentum of a system. It is used to test whether two quantities are canonically conjugate. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പോയ്സൺ ബ്രാക്കറ്റ് നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു കാര്യമാണ്. ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടതാണ് പോയ്സൺസ് ബ്രാക്കറ്റ്. സിഗ്നിഫിക്കൻസ് ഓഫ് പോയ്സൺസ് ബ്രാക്കറ്റ് ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു വിലക്ക് നമ്മൾ ആ ഒരു മൊമെന്റത്തിലാണ് പഠനം എന്നുള്ള ആ ഒരു ട്രാക്കിലായതുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ പിടികിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയ ആൻസർ അല്ലെ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് വെദർ ടു ക്വാണ്ടിറ്റീസ് ആർ കനോണിക്കലി കോൺജുഗേറ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് വെദർ ടു ക്വാണ്ടിറ്റീസ് ആർ കനോണിക്കലി കോൺജുഗേറ്റ് എന്നുള്ളതാണ് നമ്മുടെ പോയ്സൺ ബ്രാക്കറ്റിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. പോയ്സൺ ബ്രാക്കറ്റിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഈ ഒരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഈ രീതിയിൽ വേണം നമ്മൾ എന്താ അറിയോ, ഇനിയിപ്പോ നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ വാരി വലിച്ച് പഠിക്കാൻ നിൽക്കാതെ കറക്റ്റ് അപ് ടു പോയിന്റ് പഠിച്ചു പോയിട്ടുള്ള സമയമാണ് ഇപ്പോ. അപ്പൊ പഠനം ഒന്നും കൂടി ഷാർപ്പാക്കാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്പൊ ഈ നമ്മൾ റെഫറൻസ് ബുക്ക് പറഞ്ഞെങ്കിൽ പോലും റെഫറൻസ് ബുക്ക് ഒക്കെ വായിച്ച് ഇതാക്കാനുള്ള ഒരു സമയം നമുക്ക് ഇനി ഒന്ന് സ്പീഡപ്പ് ആകേണ്ട അവസ്ഥ ഒരു കാലത്തിലോട്ട് കടന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഷാർപ്പായിട്ട് കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് വേണം നമ്മുടെ പഠനം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, അടുത്ത ഇമ്പോർട്ടന്റ് ആയ പേപ്പറാണ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ഗ്രൂപ്പ് തിയറി. നോക്കൂ, നമ്മൾ കറക്റ്റ് ആയിട്ടൊരു മാത്തമാറ്റിക്കൽ ഈവൻ തോ നമ്മുടെ സിലബസിൽ ചാടിക്കേറിയ ഒരു പ്രോപ്പർട്ടീസ് ഓഫ് കൊറിയൻ സീരീസ് ആണ് തുടങ്ങുന്നത് എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയ കാര്യങ്ങളാണ്. വെക്ടേഴ്സിനെ കുറിച്ച് പ്രോപ്പർട്ടി, അതുപോലെ തന്നെ മെട്രിസസിന്റെ പ്രോപ്പർട്ടി, പിന്നെ ടെൻസറിലോട്ട് അങ്ങനെ കടന്ന് കണ്ടിട്ടില്ല എങ്കിൽ പോലും ജസ്റ്റ് കോൺട്രാവേരിയന്റ് ടെൻസർ എന്താ, കോവേരിയന്റ് ടെൻസർ എന്താ, നമുക്ക് ഒന്ന് ഓടിച്ചിട്ട് നോക്കണം, നല്ലതായിരിക്കും. ഈ വക പ്രോപ്പർട്ടീസ് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഐഗൺ വാല്യൂ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു സംഭവം കൊടുത്തിട്ടില്ലേ നമ്മൾ അല്ലെ? സിലബസിൽ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഐഗൺ വാല്യൂ കാണാൻ, അതുപോലെ ഐഗൺ വാല്യൂ ഇക്വേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം എന്താണ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളാണ്. അപ്പൊ ഒരു PG ലെവൽ പഠിച്ചൊരു കുട്ടിക്ക് ഇതൊക്കെ അറിയുന്നുണ്ടാവും എന്ന ഒരു ബോധ്യത്തോട് കൂടിയിട്ട് തന്നെയാണ് അവർ എന്ത് ചെയ്തിരിക്കണേ, ആ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്താത്തത് സിലബസിൽ. അപ്പൊ അതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതൊന്ന് പൊടിതട്ടി എടുക്കണം. ഓക്കെ, സോ പ്രോപ്പർട്ടീസ് ഓഫ് കൊറിയർ സീരീസ് ആണ് സിലബസിൽ നമ്മളോട് ആദ്യം കൊടുത്തിരിക്കുന്നത് എങ്കിലും കൊറിയർ ഇന്റഗ്രൽ, കൊറിയർ ട്രാൻസ്ഫോം, നോക്കൂ അതൊക്കെയാണ് സിലബസിൽ ഫസ്റ്റ്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ഇമ്പോർട്ടന്റ്, വളരെ ഇമ്പോർട്ടന്റും ഈ സയന്റിഫിക് ഓഫീസർ ഫിസിക്സിന്റെ കേസിൽ വളരെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതുമായിട്ടുള്ള ഒരു ഏരിയയാണ് എന്ത്, ഈ സ്പെഷ്യൽ ഫങ്ഷൻസ്. സ്പെഷ്യൽ ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പെഷ്യൽ ഫങ്ഷൻസിൽ നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ നമ്മുടെ ബെസൽ ഫംഗ്ഷൻ, ഈ ഗാമ ഫംഗ്ഷൻ, ബീറ്റ ഫംഗ്ഷനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ, ഗാമയും ബീറ്റയും തമ്മിലുള്ള റിലേഷൻ, ബീറ്റ എം കോമ എൻ ഈസ് ഈക്വൽ ടു, ഇമ്പോർട്ടന്റ് ആയ റിലേഷൻ, ബീറ്റ എം കോമ എൻ ഈസ് ഈക്വൽ ടു ഗാമ എൻ ഡിവൈഡഡ് ബൈ ഗാമ എം പ്ലസ് എൻ. അപ്പൊ ഗാമ ഫംഗ്ഷൻ എന്താണ്, ഗാമ ഹാഫിന്റെ വാല്യൂ എന്താണ്, ഗാമ സീറോന്റെ വാല്യൂ എന്താണ്, ഗാമ 3/4ന്റെ ഓരോന്നിന്റെ വാല്യൂ എങ്ങനെ കാണാം, ഈ ബീറ്റ ഫംഗ്ഷനും ഗാമ ഫംഗ്ഷനും നമ്മൾ റിലേഷൻ എന്താണ്, എല്ലാം ഇമ്പോർട്ടന്റ് ആയ ഐഡിയാസ് ആണ്. അപ്പോ സ്പെഷ്യൽ ഫംഗ്ഷൻസിലോട്ട് ഡയറക്ട്ലി പോകുന്നതിനൊക്കെ മുന്നേ ഇതൊക്കെ ഒന്ന് വൃത്തിയായി, ഇത് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിനും ആവശ്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹാർമോണിക് ഓസിലേറ്റർ സിസ്റ്റം ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ ഈ ഗാമ ഫംഗ്ഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും എല്ലാം ഇമ്പോർട്ടന്റ് ആയ ഐഡിയ ആണ്. സോ ബെസൽ ഫംഗ്ഷൻസ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കൈൻഡ് പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയി പഠിക്കുന്ന ഒന്നാണ്. അല്ലെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ഫംഗ്ഷൻസ് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുമ്പോൾ സ്പെഷ്യൽ ഫംഗ്ഷൻ ആണ് ബെസൽ ഫംഗ്ഷൻ. ബെസൽ ഫംഗ്ഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് നമ്മൾ പഠിക്കേണ്ടതാണ് അല്ലെ. റിലേഷൻ ഒക്കെ പഠിക്കുന്നതാണ്, ജെ എന്നും അതായത് ജെ മൈനസ് ഹാഫും ഒക്കെ ഉള്ളത്.
ജെ മൈനസ് എൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 1/n ജെ എൻ ഓഫ് എക്സ് എന്ന് പറയുന്ന നമ്മുടെ റിലേഷൻസ് എല്ലാം നമ്മൾ നോക്കാൻ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ബെസൽ ഫംഗ്ഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ്, അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂമാൻ ഫംഗ്ഷൻ. പിന്നെ വേറൊരു ആളാണ് സ്പെരിക്കൽ ബെസൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആ സ്പെരിക്കൽ ബെസൽ ഫംഗ്ഷനും ഈ പറയുന്ന റിലേഷനും അതുപോലെ തന്നെ എല്ലാ ഫോർമുലാസും ഐഡന്റിറ്റീസും എല്ലാം വേറെ സെപ്പറേറ്റ് പോലെ നമ്മുടെ സ്പെരിക്കൽ ബെസൽ ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ അപ്പൊ അത് അത്ര ബെസൽ ഫംഗ്ഷന്റെ കാര്യങ്ങൾ നമ്മൾ ബെസൽ ഫംഗ്ഷനും പഠിക്കണം, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഓർത്തോഗണാലിറ്റി റിലേഷൻ, അതുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള റോഡ്രിക്സ് ഫോർമുല, ജനറേറ്റിംഗ് ഫംഗ്ഷൻ, ഓർത്തോഗണാലിറ്റി റിലേഷൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആയ ഐഡിയയാണ് ബെസൽ ഫംഗ്ഷനുമായി റിലേറ്റ് ചെയ്തിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇമ്പോർട്ടൻസ് സ്പെരിക്കൽ ബെസൽ ഫംഗ്ഷൻ ആണ്. ഓക്കെ, സ്പെരിക്കൽ ബെസൽ ഫംഗ്ഷനുമായി റിലേറ്റ് ചെയ്ത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെങ്കിൽ പോലും ഒന്ന് ഓടിച്ചിട്ട് നോക്കണം. നമുക്ക് എങ്ങാനും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ ഇരിക്കരുത്. കാരണം നമുക്ക് ഈ സ്പെഷ്യൽ ഫംഗ്ഷൻസ് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ്. അടുത്ത ഇമ്പോർട്ടന്റ് ആയ ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ ആണ് ലെജൻഡ്രെ പോളിനോമിയൽസ്. അവരുമായി റിലേറ്റ് ചെയ്ത് നോക്കൂ, ജനറേറ്റിംഗ് ഫംഗ്ഷൻ, റെക്കറൻസ് റിലേഷൻ, റോഡ്രിക്സ് ഫോർമുല, ഓർത്തോഗണാലിറ്റി റിലേഷൻ, അവിടെയും വന്നു അസോസിയേറ്റഡ് ലെജൻഡ്രെ പോളിനോമിയൽ. ഒന്ന് കണ്ണോടിച്ചിട്ട് വേണം പോവാൻ. അസോസിയേറ്റഡ് ലെജൻഡ്രെ പോളിനോമിയൽ എന്താണെന്നുള്ള ഐഡിയ. ഓക്കെ, സോ നമുക്ക് ഈ ലെജൻഡ്രെ പോളിനോമിയലും ജനറേറ്റിംഗ് ഫംഗ്ഷനും റെക്കറൻസ് റിലേഷനും റോഡ്രിക്സ് ഫോർമുലയും അത് ലെജൻഡ്രെ പോളിനോമിയലിന്റെ ഒക്കെ ഓർത്തോഗണാലിറ്റി റിലേഷൻ നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ നല്ല വൃത്തിക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും അതിന്റെ റിലേഷൻസ് എല്ലാം പഠിച്ചു പോകണം. അസോസിയേറ്റഡ് ലെജൻഡ്രെ പോളിനോമിയലിലോട്ടും ഒന്ന് കടക്കണം, ഒന്ന് കണ്ണോടിച്ച് പോവുക തന്നെ വേണം. സ്പെരിക്കൽ ഹാർമോണിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടേം ആണ് അല്ലെ, YLM θ φ. സ്പെരിക്കൽ ഹാർമോണിക്സ് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഏതൊരു എക്സാമിനും ചോദിക്കുന്ന ഒരു മേഖലയാണ്. സ്പെരിക്കൽ ഹാർമോണിക്സിന്റെ പ്രോപ്പർട്ടീസ് എന്താ, അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ആംഗിൾ ഏതാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിനുശേഷം ദേ വന്നു ഹെർമൈറ്റ് പോളിനോമിയൽ. സോ ബെസൽസ് ഫംഗ്ഷൻ, അതുപോലെ ലെജൻഡ്രെ പോളിനോമിയൽ, ഹെർമൈറ്റ് പോളിനോമിയൽ, ലാഗുറെ. അത് ഒരു വാക്കിൽ 2 വാക്കിൽ അവർ ഒതുക്കി, ഹെർമൈറ്റ് പോളിനോമിയൽ, ലാഗുറെ പോളിനോമിയൽ. എങ്കിൽ പോലും ഹെർമൈറ്റ് പോളിനോമിയലിന്റെയും ഈ പറഞ്ഞ പോലെ അതിന് ജനറേറ്റിംഗ് ഫംഗ്ഷൻ, അതിന് റെക്കറൻസ് റിലേഷൻ, അതിന്റെ റോഡ്രിക്സ് ഫോർമുല, ഓർത്തോഗണാലിറ്റി. അപ്പൊ അത് നമ്മൾ എന്താ പറയുക, ഈ 4 ഫംഗ്ഷന്റെയും ഈ വക കാര്യങ്ങൾ നമ്മൾ റെഡിയായിട്ട് ഇങ്ങനെ വെച്ച് എഴുതി പോവുകയാണ്. നമ്മളൊരു പുതിയൊരു ബുക്ക് എടുത്ത് 4 കാര്യങ്ങൾ ബുക്കിലോട്ട് എഴുതി കൃത്യമായി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന്റെ അടുത്തെത്തുമ്പോൾ എന്താ ഒന്ന് ഓടിച്ചിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതാണ് നല്ലത്. ഹെർമൈറ്റ് പോളിനോമിയൽ, ലാഗുറെ പോളിനോമിയൽ എന്നൊക്കെ 2 വാക്കുകളിൽ അവർ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഹെർമൈറ്റിന്റെയും ലാഗുറയുടെയും എന്ത് ചെയ്യണം, അവരുടെ ഒക്കെ നമ്മുടെ ജനറേറ്റിംഗ് ഫംഗ്ഷനും റെക്കറൻസ് റിലേഷനും റോഡ്രിക്സ് ഫോർമുലയും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം നമ്മൾ അതുപോലെ എഴുതി വെക്കണം. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗം നോക്കൂ, കോഷീസ് റീമാൻ കണ്ടീഷൻ. നമ്മൾ കോഷി റീമാൻ കണ്ടീഷൻ വന്നത് നമ്മുടെ ഏത് ഭാഗത്താണ്? കോഷി റീമാൻ കണ്ടീഷൻ, അതുപോലെ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല തിയറം, ഇന്റഗ്രൽ ഫോർമുല അല്ലെ. നമ്മുടെ കോംപ്ലക്സിലോട്ട് കടന്നു. കോംപ്ലക്സ് അനാലിസിസ് അല്ലെങ്കിൽ കോംപ്ലക്സുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ നമ്മുടെ കോഷി റീമാൻ കണ്ടീഷൻ, കോഷീസ് ഇന്റഗ്രൽ തിയറം, ഇന്റഗ്രൽ ഫോർമുല, അതുപോലെ തന്നെ ലോറന്റ് എക്സ്പാൻഷൻ, സിംഗുലാരിറ്റീസ്, കോഷീസ് കാൽക്കുലസ് ഓഫ് റെസിഡ്യൂസ്. റെസിഡ്യൂ കാണാൻ നമുക്ക് 1-2 ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കാവുന്നതാണ്. റെസിഡ്യൂ കാണാൻ ആൻഡ് അപ്ലിക്കേഷൻസ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ കോംപ്ലക്സിലെ ഇമ്പോർട്ടന്റ് ആയ ഒരു മേഖലയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് നമ്മുടെ ആ ഒരു മാത്തമാറ്റിക്കൽ എന്നുള്ള ആ ഭാഗത്തും നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണ് എന്ന് ഞാൻ കൃത്യമായി 10 മാർക്ക് അവർ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ 10 മാർക്കാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആ 10 മാർക്ക് ആക്ച്വലി നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച കൂടുതൽ ഇമ്പോർട്ടൻസ് സ്പെഷ്യൽ ഫംഗ്ഷൻസിന് കൊടുക്കുക. അതുപോലെ തന്നെ ഈ മെട്രിക്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ നമ്മൾ കൊടുക്കുക. പിന്നെ കോഷി റീമാൻ കണ്ടീഷൻ, അതുപോലെ തന്നെ കോഷീസ് ഇന്റഗ്രൽ തിയറം ആൻഡ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല, ഇതൊക്കെ നമ്മൾ നോക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക. കോംപ്ലക്സ് അനാലിസിസ് ഇമ്പോർട്ടന്റ് ആയ ഒരു മൊഡ്യൂളാണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പേപ്പർ ആയിട്ടുള്ള മാത്തമാറ്റിക്കലിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി 10 മാർക്കുള്ള ഒരു പേപ്പറാണ് മാത്തമാറ്റിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കൽ ഫിസിക്സിന്റെ ഒരു ബേസിക് ആയ ബുക്ക് ആഫ്കൻ ആൻഡ് വെബർ ആണ്. എങ്കിൽ പോലും നമ്മളിപ്പോ ഇനി കയ്യിലുള്ള നോട്ടുകളും കാര്യങ്ങളെല്ലാം നമ്മൾ ഓടിച്ചിട്ട് പഠിക്കുക. എല്ലാം വൃത്തിയായിട്ട് നമ്മൾ എഴുതി വെച്ച് ഉള്ള കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പോവാതെ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ, നമ്മുടെ കയ്യിലുള്ള നോട്ട്സ്, ഇതെല്ലാം നോക്കി നമ്മൾ പഠിക്കുക. HK ദാസിന്റെ ബുക്കും നല്ലൊരു ബുക്കാണ്. ഓക്കെ, അതാണ് മാത്തമാറ്റിക്കൽ ഫിസിക്സിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഇപ്പൊ മാത്തമാറ്റിക്കൽ ഫിസിക്സിന്റെ മെട്രിക്സിന്റെ ഭാഗത്തുനിന്ന് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെട്രിസസ് ഈസ് ഇൻവേർട്ടബിൾ? വിച്ച് ഓഫ് ദ ഫോളോയിങ് മെട്രിസസ് ഈസ് ഇൻവേർട്ടബിൾ?
നോക്കൂ, സിംഗുലാർ മെട്രിക്സ്, നോൺ സിംഗുലാർ മെട്രിക്സ്, അതുപോലെ തന്നെ ഡയഗണൽ മെട്രിക്സ്, ട്രയാങ്കുലർ മെട്രിക്സ്. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് സിംഗുലാർ മെട്രിക്സ്, നോൺ സിംഗുലാർ മെട്രിക്സ്, അതുപോലെ തന്നെ ഡയഗണൽ മെട്രിക്സ്, അതുപോലെ തന്നെ ട്രയാങ്കുലർ മെട്രിക്സ്. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് മെട്രിസസ് ഈസ് ഇൻവെർട്ടബിൾ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏതാണ് കറക്റ്റ് ആയ ആൻസർ? ഓപ്ഷൻ ബി, നോൺ സിംഗുലാർ എന്നുള്ളതാണ് കറക്റ്റ് ആയ ആൻസർ. നോൺ സിംഗുലാർ മെട്രിസസ്. ഓക്കെ, നോൺ സിംഗുലാർ മെട്രിസസ് എന്നാണ് കറക്റ്റ് ആയ ആൻസർ. അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. ഇങ്ങനത്തെ ഒരു രീതിയിൽ വേണം നമ്മൾ പഠിച്ചു പോകാൻ. ഈവൻ തോ നോക്കൂ, മെട്രിക്സ് ഒന്നും നമ്മുടെ സിലബസിൽ ഇല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു മാർക്ക് കളയാൻ പറ്റില്ല. കാരണം മെട്രിക്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഐഗൺ വാല്യൂ ഇക്വേഷൻ? Ax equal to lambda x, Ax equal to x lambda, അതുപോലെ എക്സ് എ ഇസ് ഇക്വൽ ടു ലാംഡ എക്സ്, അതുപോലെ തന്നെ എക്സ് എ ഇസ് ഇക്വൽ ടു എക്സ് ലാംഡ. ഐഗൺ വാല്യൂ ഇക്വേഷൻ ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏതാണ് ഐഗൺ വാല്യൂ ഇക്വേഷൻ എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആയ ആൻസർ? ഓപ്ഷൻ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ്. ഓക്കെ, എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് ആണ് നമ്മുടെ കറക്റ്റ് ആയ ആൻസർ. അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യ രീതിയിലോട്ട്, ഇങ്ങനത്തെ കറക്റ്റ് ആയ ഓപ്ഷൻ കിട്ടുന്ന രീതിയിലോട്ട് വേണം നമ്മുടെ പഠനം സെറ്റ് ചെയ്യാൻ. ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു സത്യപ്രകാശ് സാറിന്റെ ഒരു ബുക്കാണ്. നമ്മൾ പി ജിക്ക് പഠിക്കുമ്പോഴേ നമ്മൾ വാങ്ങി വെക്കുന്ന ഒരു ബുക്കാണ്. നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സും എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് സാറിന്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവുക. അപ്പൊ അതൊന്ന് കയ്യിലുണ്ടായിരിക്കും. അതും ഒന്ന് നിങ്ങൾക്ക് റിലൈ ചെയ്യാവുന്ന ഒരു ബുക്കാണ് ഇപ്പോഴത്തെ ഒരു സമയത്ത്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടന്റ്, ഇലക്ട്രോണിക്സിന് ഒരുപാട് 10 മാർക്കാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള. 10 മാർക്കും കറക്റ്റ് ആയിട്ട് അവർ തരുമെന്നാണ് ആ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു ഉറപ്പ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഓപ്പാമ്പ് എന്താണ്, ഓപ്പാമ്പ് ആസ് എ ഇൻവെർട്ടർ, ഓപ്പാമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ്, ഫെറ്റ് എന്താണ്, അതുപോലെ ഫെറ്റ് എങ്ങനെ ഒരു BVR ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആയിട്ടുള്ള ഫെറ്റിന്റെ പ്രോപ്പർട്ടീസ്, ഓപ്പാമ്പിന്റെ റിലേഷൻസ്, അതുപോലെ തന്നെ ലൈറ്റ് എമിറ്റിംഗ് റെസിസ്റ്റർ, ലൈറ്റ് ഡിപെൻഡന്റ് റെസിസ്റ്റർ, അതുപോലെ നമ്മുടെ LED, ഫോട്ടോ ഡയോഡ്, സോളാർ സെല്ല്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ്. അപ്പൊ ഓപ്പാമ്പിനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തേ മതിയാവുള്ളൂ. സിമെട്രികറുമായിട്ടുള്ള റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം എവിടെ നിന്ന് വേണമെങ്കിൽ ചോദ്യം, ഈ ഒരു ഇലക്ട്രോണിക്സ് എന്നൊരു ഭാഗത്ത് നിന്ന്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷന്റെ ഭാഗത്ത് നിന്ന്. കമ്മ്യൂണിക്കേഷൻ കുറച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു ഭാഗത്ത് നിന്ന് പഠിച്ചു വെക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇലക്ട്രോണിക്സ് തന്നെ പ്രതീക്ഷിക്കാം. ഒരു 8 മാർക്ക് ഇലക്ട്രോണിക്സിന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പാണ്. 2 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കമ്മ്യൂണിക്കേഷന്റെ രീതിയിൽ നിന്ന് ഭാഗത്തുനിന്ന്, അല്ലാതെ നമുക്ക് 8 ക്വസ്റ്റ്യനും വളരെ അഷ്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇലക്ട്രോണിക്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കഴിഞ്ഞ തവണത്തെ എക്സാമിൽ നമ്മൾ കണ്ടത്. അപ്പൊ ഈ തവണ നമുക്ക് അങ്ങനത്തെ രീതിയിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഓപ്പാമ്പുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം വൃത്തിക്ക് പഠിക്കുക. ഓപ്പാമ്പിന്റെ നമ്മളൊരു ബൈബിൾ എന്ന് പറയുന്ന പോലെ ഗേക്വാഡ് സാറിന്റെ ബുക്ക് നിങ്ങൾ റിലൈ ചെയ്യുക. കയ്യിലുള്ള നോട്ട്സ് എല്ലാം നമ്മളൊന്ന് ഒക്കെ, ഇനിയിപ്പോ എല്ലാം നമ്മളെ കയ്യിലുള്ള സംഭവങ്ങൾ, പുതിയ കാര്യങ്ങളൊക്കെ തെരഞ്ഞു പോകുന്ന ഒരു സമയം അല്ല. കുറച്ച് നമ്മളില്ലേ, കുറച്ച് ഒരാഴ്ചയും കൂടി പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ നമുക്ക് 1-2 ആഴ്ച. ബാക്കി നമ്മുടെ കയ്യിലുള്ള നോട്ട്സ് എല്ലാം നമ്മൾ, ഈവൻ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗിലുള്ള നോട്ട്സുകൾ നമ്മൾ കൂടുതൽ അതിൽ ഡിപ്പെൻഡ് ചെയ്യാം. പുതിയ കാര്യങ്ങളിലോട്ട് പോകാതെ നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ ഹാൻഡ് റൈറ്റിംഗിലുള്ള ബുക്സ് ഡിപ്പെൻഡ് ചെയ്ത് അതിന് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ ഇനി അറിയാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്, അതിന് അടുത്തൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ കൂടുതലായിട്ട് ശ്രമിക്കുക. നല്ലൊരു ബുക്കാണ് ഇലക്ട്രോണിക്സിന്റെ. ജസ്റ്റ് നമ്മൾ ആ ഒരു ബുക്ക് ഒന്ന് റെപ്രസെന്റ് ചെയ്തു എന്ന് മാത്രം. നിങ്ങൾ പഠിക്കുന്നുണ്ടാവും, നിങ്ങൾ അതൊക്കെ നോക്കി ഏകദേശം നോട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പേപ്പറാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. 10 മാർക്കാണ് ക്വാണ്ടം മെക്കാനിക്സിലെ പേപ്പറിൽ. നോക്കൂ, വെക്ടർ സ്പേസ്, ഹിൽബർട്ട് സ്പേസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ക്വാണ്ടം മെക്കാനിക്സിലോട്ട് വന്നു, വേവ് പാർട്ടിക്കൽ ഡുവലിറ്റി എന്താണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഹിൽബർട്ട് സ്പേസിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അതുപോലെ തന്നെ ഓപ്പറേറ്ററുകൾ അല്ലെ. ഒരു ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എക്ക് തൊപ്പിട്ട് കൊടുക്കും, A B അല്ലെ. ഓപ്പറേറ്റർ AB കമ്മ്യൂട്ടിംഗ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം AB മൈനസ് BA ഇക്വൽ ടു എന്താണ്, 0 ആണെന്ന് അർത്ഥം. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഓരോ ആംഗുലർ മൊമെന്റം, ആംഗുലർ മൊമെന്റ് ഓപ്പറേറ്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് അല്ലെ. ആംഗുലർ മൊമെന്റ് ഓപ്പറേറ്റർക്ക് ഇഷ്ടം പോലെ ഐഡിയാസ് ഉണ്ട്, ഇഷ്ടം പോലെ കണ്ടന്റുകൾ കിട്ടുന്ന ഒരു സംഭവമാണ്. ക്വസ്റ്റ്യൻസ് ഇടുന്ന ആൾക്കാർക്കും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഇടാവുന്ന ഒരു ഏരിയ ഓപ്പറേറ്റേഴ്സ്.
അപ്പൊ ആംഗുലർ മൊമെന്റം ഓപ്പറേറ്റേഴ്സ് ഇഷ്ടംപോലെ റിലേഷൻസ് ഉണ്ട്, എല്ലാം നോക്കി പഠിക്കുക. എങ്ങനെ മെട്രിക്സ് റെപ്രസെന്റേഷൻ, പോളിസ്പിൻ മെട്രിസസ് അല്ലെ, സിഗ്മ എക്സ് ഹാഫ് സ്പിൻ പാർട്ടിക്കിൾസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോളിസ്പിൻ മെട്രിസസ്, അവർ തമ്മിലുള്ള റിലേഷൻസ് എന്താണ്, അതുപോലത്തെ എന്തൊക്കെയാണ് ഈ വക റിലേഷൻസിന്റെ ഇമ്പോർട്ടൻസ്, ഇവർ ഐഡന്റിറ്റി മെട്രിക്സ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് ഒക്കെ ആയിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, സിഗ്മ എക്സ് സിഗ്മ വൈ സിഗ്മ സെഡ് പരസ്പരം എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ഈ റിലേഷൻസ് ഒക്കെ നിങ്ങൾ പേജിക്ക് പഠിക്കുമ്പോൾ പഠിച്ചതായിരിക്കും. അത് ഒന്നും കൂടി നമ്മൾ റീഫ്രഷ് ചെയ്ത് നമ്മൾ അതിന്റെ മുകളിൽ വർക്ക്ഔട്ട് ചെയ്താലേ ഓർമ്മയുണ്ടാവുള്ളൂ. ഈവൺ ഇപ്പൊ നമുക്ക് എക്സാം ഹോളിൽ വന്നിരുന്ന ഒരു പക്ഷേ പോളിസ്പിൻ മെട്രിസസ് റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർക്കാൻ സാധിക്കുന്നില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകരുത്. ഫ്രീക്വന്റ് ആയിട്ട് കണ്ടിന്യൂസ് സ്റ്റഡി മാത്രമാണ് നമ്മുടെ ഓർമ്മേനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഒറ്റ വഴി എന്ന് പറയുന്നത്. 100 പ്രാവശ്യം നമ്മൾ അല്ലെ 10 പ്രാവശ്യം നമ്മളൊരു കാര്യം പഠിച്ചാൽ 11ാമത്തെ പ്രാവശ്യം നമുക്ക് അതിന്റെ എന്തെങ്കിലും നമുക്ക് അതിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു രീതിക്ക് വേണം നമ്മുടെ പഠനം. ഒരു പ്രാവശ്യം പഠിച്ച് ചിലർക്ക് കിട്ടും, ചിലർക്ക് അത് കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 2-3 പ്രാവശ്യം അതിന്റെ മുകളിൽ വർക്ക്ഔട്ട് ചെയ്ത് നമ്മളത് മനസ്സിലത് ഓർക്കാവുന്ന രീതിയിൽ വരെ നമ്മൾ അതിനെ പഠിച്ച് വൃത്തിയാക്കി വെക്കണം. പിന്നെ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം, പിന്നെ അടുത്തത് നോക്കൂ ഡിഫറൻഷ്യൽ ആൻഡ് ടോട്ടൽ ക്രോസ് സെക്ഷൻ. നമ്മുടെ സ്കാറ്ററിംഗ് അല്ലെ, അപ്ലിക്കേഷൻ ലെവൽ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു അപ്ലിക്കേഷൻ ലെവലിലോട്ട് കടന്നു. സ്കാറ്ററിംഗിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ടോട്ടൽ ക്രോസ് സെക്ഷൻ, ഇവരൊക്കെ തമ്മിലുള്ള റിലേഷൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആ ഭാഗത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലെ. എങ്ങനെയാണ് വേവ് ലെങ്ത് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്റ്റിക്കൽ തിയറം അതർ ഇമ്പോർട്ടന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒപ്റ്റിക്കൽ തിയറം എന്ന ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹാർമോണിക് പെർട്ടർബേഷൻസ് നമ്മൾ WKB അപ്രോക്സിമേഷൻ, അങ്ങനത്തെ അപ്രോക്സിമേഷൻ മെത്തേഡ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. 1, 2, 3 ടൈം ഡിപെൻഡന്റ് അപ്രോക്സിമേഷൻ മെത്തേഡ്സ്, ടൈം ഇൻഡിപെൻഡന്റ് അപ്രോക്സിമേഷൻ മെത്തേഡ്സ്, WKB അപ്രോക്സിമേഷൻ അല്ലെ, 1 ഡയമെൻഷനൽ ആയിട്ടുള്ള ആൾക്കാരെ സോൾവ് ചെയ്യാൻ വേണ്ടി, സിസ്റ്റം സോൾവ് ചെയ്യാൻ വേണ്ടി WKB അപ്രോക്സിമേഷൻ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പെർട്ടർബേഷൻ തിയറീസ് ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ നോക്കി വെക്കണം. ഇന്ററാക്ഷൻ ഓഫ് ആൻ ആറ്റം വിത്ത് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്, ഒരു ആറ്റം എങ്ങനെ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡുമായി റിലേറ്റ് ചെയ്യുന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡിയാസ്. ഇൻഡ്യൂസ്ഡ് എമിഷൻ, അബ്സോർപ്ഷൻ, എൻഹാർമോണിക് ഓസിലേറ്റർ, പിന്നെ അതേ വന്നു സീമാൻ ഇഫക്ട് ഇൻ ഹൈഡ്രജൻ, സീമാൻ ഇഫക്ട് എന്താണെന്നുള്ളതും സ്റ്റാർക്ക് ഇഫക്ട് എന്താണെന്നുള്ളതും ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആക്ച്വലി നമുക്ക് അപൂർവമാണ്. സ്റ്റാർക്ക് ഇഫക്ട് എന്നും സീമാൻ ഇഫക്ട് എന്നും കഴിഞ്ഞ പ്രാവശ്യം വരെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോൾ തിയറി, വെയിൽ ഇക്വേഷൻ, അതുപോലെ തന്നെ ക്ലെയിൻ-കോർഡൻ ഇക്വേഷൻ, ചാർജ് ആൻഡ് കറന്റ് ഡെൻസിറ്റീസ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഇതെല്ലാം ക്വാണ്ടം മെക്കാനിക്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. 10 മാർക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ സിലബസ് കൊടുത്തിരിക്കുന്നതും നമ്മുടെ പഠനവും അതുപോലെ തന്നെ ആയിരിക്കണം. ഓക്കെ, നോക്കൂ. What is the name? നമുക്ക് ക്വസ്റ്റ്യനിലോട്ടൊന്ന് കടക്കാം. What is the name of the principle that states that certain physical quantities can only take on discrete values? Something very special to quantum mechanics, the term discrete. So A, Heisenberg's uncertainty principle, B, Pauli's exclusion principle, C, quantization principle, and D, wave particle duality. So this quantization is something, the word is actually very important. നമുക്കറിയാമല്ലേ, ബോറൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നമ്മുടെ ബോസ് മോഡലും ആ ഭാഗത്തൊക്കെ നമുക്ക് വന്ന പരാജയങ്ങൾ കൊണ്ടാണ് ഈ ഒരു ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി സ്റ്റേറ്റ്സ് എന്നൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അന്ന് ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി സ്റ്റേറ്റ്സ് എന്നൊരു ഐഡിയ മുന്നോട്ട് വെച്ചത് കൊണ്ട് ഒരുപാട് കാര്യങ്ങളിലോട്ടുള്ള നമ്മുടെ ആ ഒരു ശാസ്ത്രത്തിന്റെ ഉയർച്ചയാണ് പിന്നീട് അങ്ങോട്ട് കണ്ടത് അല്ലെ. നമുക്കറിയാം നൊബേൽ പ്രൈസ് നമ്മുടെ ഐൻസ്റ്റീന് കൊണ്ടുപോയി കൊടുത്തത് അല്ലെങ്കിൽ കിട്ടിയത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന്റെ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു കൊടുത്തതിനാണ് അല്ലെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ അതൊന്നുമല്ല. ക്വസ്റ്റ്യൻ എന്താണ്? ദ പ്രിൻസിപ്പിൾ ദാറ്റ് സ്റ്റേറ്റ്സ് that certain physical quantities can only take on discrete values. Which is the principle? It is C. Option C is our correct answer. Quantization principle. Discrete is something related to the term quantization. So quantization principle is the important idea. So we have to expect questions like this, or ഇതിനൊക്കെ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. ക്വാണ്ടം മെക്കാനിക്സിൽ ഇമ്പോർട്ടന്റ് ആയ ബുക്കാണ് സെറ്റ്ലിയുടെ ബുക്കിലെ സെറ്റ്ലിയുടെ ബുക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻസ് എല്ലാം എന്താണ് അവര് തന്നെ ഒരു ബോക്സിന്റെ ഉള്ളിലാക്കി വെച്ചിട്ടുണ്ട്. ആ ബുക്ക് ഒന്ന് എടുത്ത് ആ പുസ്തകം ഒരു പ്രാവശ്യം നമ്മൾ അതിലൂടെ കടന്നുപോയി
ആ ബോക്സിലാക്കി വെച്ച ഇമ്പോർട്ടന്റ് റിലേഷൻസ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കൈപ്പടയിൽ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചാലേ ക്വാണ്ടം മെക്കാനിക്സിലെ 5 മനസ്സിരുത്തിയിട്ട് വേണേ 5 മാർക്ക് അവിടെ, 5 അല്ല നമുക്ക് 10 വേണം എങ്കിലും ഒരു തവണ എഴുതുമ്പോൾ നമുക്ക് 5 മാർക്ക് അവിടെ ഉറപ്പിക്കാം. അതിനുശേഷം ആ നോട്ട്ബുക്ക് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്ത് പഠിക്കണം. ഓക്കെ, കാരണം അതിലെ എല്ലാ ഈച്ച് ആൻഡ് എവറി ലൈൻ ഓഫ് സെറ്റ്ലി ബുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അവര് തന്നെ അത് ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഓരോ ഇമ്പോർട്ടന്റ് ആയ റിലേഷൻസും. അപ്പൊ അതൊന്നും അതിനൊരു മെനക്കെട്ട ഒരു ദിവസം 2 ദിവസം വേണ്ടി വരും ആ ബുക്ക് ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ. അതിനുവേണ്ടി ഒരു കുറച്ച് സമയം എന്താ പറയാ മാറ്റി നിർത്തുക തന്നെ വേണമെന്നാണ് തോന്നുന്നത്. അത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ക്വാണ്ടം മെക്കാനിക്സിലെ 10 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ദേ ഇരിക്കും നമ്മുടെ ഷ്രോഡിഞ്ചേഴ്സ് ക്യാറ്റ് അല്ലെ. ഷ്രോഡിഞ്ചർ ക്യാറ്റ് എന്താ പറയാ ജീവിക്കാനും അതുപോലെ തന്നെ മരിക്കാനുള്ള സാധ്യത. ക്വാണ്ടം മെക്കാനിക്സ് ഈസ് ഓൾ അബൌട്ട് ചാൻസസ് അല്ലെ. ചാൻസസിൽ ഉയർന്നു വന്ന ഒരു പ്രോബബിലിറ്റിയിൽ ഉയർന്നു വന്ന ഒരു ഫീൽഡാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഗ്രിഫിത്തിന്റെ ബുക്കും നല്ലൊരു ബുക്ക് തന്നെയാണ് ക്വാണ്ടം മെക്കാനിക്സിൽ. എങ്കിലും കൂടുതൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമ്പോൾ സെറ്റിലാണ്. നമ്മളതല്ലാതെ ക്വാണ്ടം മെക്കാനിക്സ് തങ്കപ്പൻ സാറിന്റെ ബുക്കൊക്കെ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ പുതിയ ബുക്കുകളൊന്നും തേടി പോവാതെ ഉള്ള കാര്യങ്ങൾ പക്ഷെ സെറ്റിൽ ഒഴിവാക്കണ്ട എന്നതാണ് എന്റെ പക്ഷം. കാരണം അതിലെ ഈവൻ തോ വെറുതെ വായിച്ചു പോകാവുന്ന കാര്യങ്ങൾ വരെ ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് എത്തും. ഓക്കെ, സോ അതവിടെ കഴിഞ്ഞു. ക്വാണ്ടം മെക്കാനിക്സ് നമ്മുടെ 4ാമത്തെ പേപ്പർ ആയിരുന്നു. നമ്മൾ 10 മാർക്ക് ഉറപ്പിച്ചു. അപ്പൊ നമ്മുടെ കയ്യിൽ 40 മാർക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഓരോ 10 മാർക്കും നമ്മൾ നമ്മുടെ കൈപ്പടയിൽ ഒതുക്കി ആ ഒരു 75 എന്നുള്ള അല്ലെങ്കിൽ ഒരു 75 77 ആ മാർക്കിന്റെ ഒരു കട്ട് ഓഫ് മനസ്സിൽ വെച്ചിട്ട് വേണം പഠനം മുന്നോട്ട് പോകാൻ. ഇനിയുള്ള ഓരോ സമയങ്ങളും നമ്മൾ എന്ത് ചെയ്യരുത്, പാഴാക്കി കളയരുത്. അടുത്തതായിട്ട് വന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സില് 10 മാർക്ക്. ഈ സിലബസ് ഇട്ട ആൾക്ക് വളരെ ബോധപൂർവം അറിയാം തെർമോഡൈനാമിക്സ് എന്ന പേപ്പർ പഠിക്കാതെ ഒരു കുട്ടിക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലോട്ട് വരാൻ സാധിക്കില്ല. അപ്പൊ തെർമോഡൈനാമിക്സ് പഠിക്കണം, വൃത്തിയായി പഠിക്കണം. തെർമോഡൈനാമിക്സിന്റെ നിയമങ്ങൾ എന്താണ്? എൻട്രോപ്പി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണോ ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണോ? എന്താണ് ഈ സിസ്റ്റത്തിന്റെ എൻതാൽപി എന്ന് പറയുന്നത്? ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് 1, 2, കെൽവിൻ സ്റ്റേറ്റ്മെന്റ്, പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഇതൊക്കെ എന്താണ് സംഭവം? എന്തൊക്കെയാണ് റിലേഷൻസ്? നമ്മൾ തെർമോഡൈനാമിക്സിലെ ഇമ്പോർട്ടന്റ് റിലേഷൻസ് എന്തൊക്കെയാ? ഇതൊക്കെ നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കണം. അതൊക്കെ അറിയാം, നമുക്ക് അറിയുന്നുണ്ടാകുമെന്ന് ഉറപ്പിച്ചിട്ടാണ് ഒരു PG ലെവൽ സിലബസ് അവർ ഇട്ട് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ എൻട്രോപ്പി ഓഫ് മിക്സിംഗ് ആൻഡ് ഗിബ്സ് പാരഡോക്സ് എന്ന ആദ്യത്തെ വരി സിലബസിൽ എഴുതണമെങ്കിൽ ഈ വക കാര്യങ്ങൾ, ദ ബേസിക്സ് ഓഫ് തെർമോഡൈനാമിക്സ് എങ്ങനെയായിരിക്കണം? നല്ല വെള്ളം പോലെ ആയിരിക്കണം. പിന്നെ അടുത്തൊരു ടേം നോക്കൂ, ഫേസ് സ്പേസ്. ഇമ്പോർട്ടന്റ്. വാട്ട് ഡു യു മീൻ ബൈ ഫേസ് സ്പേസ്? വാട്ട് ഇസ് ദ ഡയമെൻഷൻ ഓഫ് ഫേസ് സ്പേസ്? ഹൗ ഫേസ് സ്പേസ് ക്യാൻ ബി റെപ്രസെന്റഡ് in statistical mechanics? Okay, next important idea is Liouville's theorem and what is the consequence of Liouville's theorem? Next, actually, equipartition theorem, Vidiel theorem, the density matrix. കുറച്ച് പാടുണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് നമുക്ക് പഠിച്ചുണ്ടാക്കാൻ. പാത്രിയുടെ ബുക്കും അത്യാവശ്യം നല്ല കടുകട്ടിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള നോട്ട്സ് നിങ്ങൾ ആപ്പുകൾ നമ്മുടെ ഇതിലൊക്കെ ഒരുപാട് നോട്ട്സ് എല്ലാം കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ നോട്ട്സിലും നിങ്ങൾക്ക് കിട്ടുന്ന ബാക്കിയുള്ളതിലും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തെന്ന് വേണം നിങ്ങളൊന്ന് സെറ്റാക്കി വരാൻ. അത്യാവശ്യം നമ്മൾ വർക്ക് ചെയ്യുന്ന വേണം. ഓക്കെ, പിന്നെ അതിനുശേഷം തെർമോഡൈനാമിക് ബിഹേവിയർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്, ഐഡിയൽ ബോസ് ഗ്യാസ്, തെർമോഡൈനാമിക് ബിഹേവിയർ ഓഫ് ആൻ ഐഡിയൽ ബോസ് ഗ്യാസ്, തെർമോഡൈനാമിക് ബിഹേവിയർ ഓഫ് ആൻ ഐഡിയൽ ഫെർമി ഗ്യാസ്, പിന്നെ മാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് ആൻ ഐഡിയൽ ഫെർമി ഗ്യാസ്, പോളി പാരാമാഗ്നറ്റിസം. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡിയാസ് ആണ്. ഇതിനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ്. നിങ്ങൾ അല്ലെ, നമ്മൾ ഒരു പടിയും കൂടി സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന്റെ ഉയരത്തിലോട്ട് എത്തി ഫെർമി ഗ്യാസ് സംഭവങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഒന്ന് മനസ്സിരുത്തി ആ ഭാഗം കാരണം വളരെ ഹയർ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആ മേഖലയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഇല്ല. എങ്കിൽ പോലും അറിഞ്ഞിരിക്കണം. ബോസ് ഗ്യാസിന്റെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ എന്താണ്, ഇതൊക്കെ കാര്യങ്ങൾ പ്രോപ്പർട്ടീസിന്റെ സ്പിന്നുമായി റിലേറ്റ് ചെയ്തിട്ട് ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു തെർമോഡൈനാമിക്സ് നല്ലപോലെ പഠിച്ചാലേ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലോട്ട് കടക്കാൻ സാധിക്കുള്ളൂ. അത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഗോയിങ് ഇൻ ടു ദ നെക്സ്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഞാൻ പറഞ്ഞു പാത്രികയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്ക്. പാത്രിയുടെ ബുക്കാണ് നമ്മൾ റെഫർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് നമുക്കൊന്ന് നല്ലപോലെ നിങ്ങളത് റെഫർ ചെയ്ത് കീറി മുറിച്ച് പണ്ട് പഠിക്കുന്ന സമയത്ത് അതിന്റെ നോട്ട്സ് ഒക്കെ കയ്യിലുണ്ടായിരിക്കും. അതൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഒന്നും കൂടി സെറ്റ് ആക്കുക, എല്ലാം ഒന്നും കൂടി റെഡിയാക്കി എടുക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടന്റും
നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് കുറച്ച് ഇങ്ങനെ പറഞ്ഞു നമ്മൾ, എങ്കിൽ പോലും ന്യൂക്ലിയർ ഫിസിക്സും പാർട്ടിക്കിൾ ഫിസിക്സും ആ 10 മാർക്ക് ഷുവറായി നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്, 100% ഉറപ്പ്. കാരണം വലിയൊരു കോംപ്ലിക്കേഷനിലോട്ട് ഒന്നും പോകാതെ നമ്മള് ന്യൂക്ലിയർ സത്യം പറഞ്ഞാൽ ബേസിക് ആയിട്ട് പണ്ട് തൊട്ടേ പഠിച്ചു തുടങ്ങുന്ന ഒരു സംഭവമാണ്. നമുക്ക് കുറെയൊക്കെ അറിയാം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്തൊന്ന് റെഡിയാക്കുക വേണ്ടു. അങ്ങനത്തെ ഒരു പേപ്പറാണ് നമ്മുടെ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്ന പേപ്പർ. അതിൽ ന്യൂക്ലിയർ സൈസ് അവർ പിന്നെ കറക്റ്റ് ആയിട്ട് ആദ്യം മുതൽ ഈ ഒരു പേപ്പർ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. ന്യൂക്ലിയർ സൈസ്, ഷേപ്പ്, മാസ്, അതൊക്കെ കൊടുത്തിരിക്കുന്നത് ന്യൂക്ലിയോൺസിനെ കുറിച്ചും ന്യൂക്ലിയസിനെ കുറിച്ചും ന്യൂക്ലിയസിന്റെ കണ്ടുപിടുത്തത്തെ കുറിച്ചും എല്ലാം, റേഡിയോ ആക്ടിവിറ്റിനെ കുറിച്ചും ഒക്കെ ബേസിക് ആയ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് PG പഠിക്കുന്നത് എന്നുള്ള ബോധ്യം കൊണ്ടാണ് നമ്മൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ ന്യൂക്ലിയർ സൈസ്, ന്യൂക്ലിയർ ഷേപ്പ്, മാസ്, ബൈൻഡിങ് എനർജി, സെമി എംപിരിക്കൽ മാസ് ഫോർമുല, പിന്നെ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ, നമ്മളിപ്പോ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യനിലോട്ടൊക്കെ കടക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും നമ്മൾ വല്ലാത്തൊരു രീതിയിൽ നമ്മളെ കുഴപ്പിക്കുന്നില്ല. ആക്ച്വലി സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ, എങ്കിൽ പോലും ആ ഒരു രീതിയിൽ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആ രീതിയിലൊക്കെ ചോദിക്കാം നമ്മളോട്. സ്പിൻസ്, ഓർബിറ്റ്, പൊട്ടൻഷ്യല്, അതുപോലെ തന്നെ ഇലക്ട്രിക് ക്വാഡ്രപോൾ മൊമെന്റ്സ്, പാരിറ്റി വൈലേഷൻ ഇൻ ബീറ്റ ഡികെ അല്ലെ, ബീറ്റ ഡികെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഐഡിയ ആണ്, ഇന്റേണൽ കൺവേർഷൻ, പിന്നെ കൺസർവേഷൻ ലോസ്, അതുമായി റിലേറ്റ് ചെയ്യുന്ന സിമെട്രി, ഏത് സിമെട്രിയാണ് അവിടെ നമ്മൾ കൺസർവ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഐഡിയ. പിന്നെ അടുത്തത് വന്നു നമ്മുടെ ക്വാർക്ക് മോഡൽ, 8 ഫോൾഡ് വേ, ഇമ്പോർട്ടന്റ് ആണ്. പാർട്ടിക്കിൾ ഫിസിക്സിലോട്ട് കടക്കുമ്പോൾ പാർട്ടിക്കിൾസ് അവരുടെ സ്പിന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ, അങ്ങനത്തെ ഐഡിയാസ്, ക്വാണ്ടം ക്രോമോഡൈനാമിക്സ്, ഗ്ലൂഓൺസ് ഒക്കെ എന്താണെന്നൊക്കെ നിങ്ങൾ വൃത്തിയായി മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ ഫിക്സ് ലോ അതിന്റെ വാലിഡിറ്റി, പിന്നെ ഷെൽ സ്ട്രക്ചർ ആൻഡ് മാജിക് നമ്പേഴ്സ് 2, 8 നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? ആ മാജിക് നമ്പേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അതുപോലെ തന്നെ സിംഗിൾ ക്രിസ്റ്റൽ ആൻഡ് പൗഡർ ഡിഫ്രാക്ഷൻ അല്ലെ, ഡിഫ്രാക്ഷൻ മെത്തേഡ്സ്, അതുപോലെ തന്നെ ഷെറർ ഇക്വേഷൻ, ഡി ബൈ ഷെറർ ക്യാമറ, ആപ്ലിക്കേഷൻസ് ഓഫ് എക്സ്ആർഡിയുടെ ഒക്കെ ഇമ്പോർട്ടൻസ്. ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് അത്ര 1-2 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പക്ഷെ ഈ ഒരു ഭാഗത്തുനിന്ന് ആയിരിക്കും മെജോറിറ്റി ക്വസ്റ്റ്യൻസ്. അതും ഈ പാർട്ടിക്കിൾ ഫിസിക്സിന്റെ ഈ പറഞ്ഞ പോലെ ഒരുപാട് അങ്ങോട്ട് ഹയർ, കാരണം PSC എക്സാം, സോ ഒരുപാട് ഹയർ ലെവലിലോട്ട് അങ്ങോട്ട് പോവാതെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ അതുമായി റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളും അതിലോട്ട് വേണം നമ്മൾ ഫോക്കസ് കൊടുക്കാൻ. നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ വാരി വലിച്ചൊന്നും പഠിക്കാനുള്ള സമയം എനിക്കിപ്പോ ഇല്ല. അപ്പൊ ഉള്ള കാര്യങ്ങൾ വൃത്തിയാക്കി പഠിക്കുകയാണ് അതിൽ വേണ്ടത്. അപ്പൊ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് സത്യത്തില് നമുക്ക് 10 മാർക്കും നമുക്ക് ഒതുക്കാവുന്ന ഒരു പേപ്പറാണ് ന്യൂക്ലിയർ ഫിസിക്സ്. വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു പേപ്പറാണ് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്ന ഈ പേപ്പർ. ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സിന്റെ ബുക്ക് തയ്യാറാണ്, നല്ലൊരു ബുക്കാണ്. തയ്യാലിന്റെ ബുക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ സിലബസ് കയ്യിലുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്ത് വായിച്ചു നോക്കാവുന്നതാണ് തയ്യാലിന്റെ ബുക്ക്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ആ ഒരു 6 പേപ്പറിന്റെ ഒരു കാര്യം. നമ്മൾ 60 മാർക്ക് നമുക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. 6 പേപ്പർ നമ്മുടെ കഴിഞ്ഞു, 60 മാർക്ക് കിട്ടി എന്ന് നമ്മൾ വിചാരിക്കുക. നമ്മൾ അതുപോലെ വേണം നമ്മുടെ പഠനം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത ഇമ്പോർട്ടന്റും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചതുമായിട്ടുള്ള ഒരു മേഖലയാണ് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്. 10 മാർക്കാണ് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ. മില്ലർ ഇൻഡിസസ് എന്താണ് മില്ലർ ഇൻഡിസസ് അല്ലെ? ക്രിസ്റ്റലോഗ്രാഫിക് പ്ലെയിന്റെ ഡയറക്ഷൻ, ഓറിയന്റേഷൻ ഒക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി മില്ലർ എന്ന സയന്റിസ്റ്റ് 1893 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് എന്ത് ഈ മില്ലർ ഇൻഡിസസ് എന്ന് പറയുന്നത്. മില്ലർ ഇൻഡിസസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സംഖ്യകൾ കിട്ടുക, അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് കണ്ടുപിടിക്കാന്നൊക്കെ നമുക്ക് ആ ഒരു മില്ലർ ഇൻഡിസസിന്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. റെസിപ്രോക്കൽ ലാറ്റിസ് എന്താണ്, ബ്രിലോയിൻ സോൺ എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഡീബേ, ഐൻസ്റ്റീൻസ് മോഡൽസ് ഓഫ് സ്പെസിഫിക് ഹീറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇക്വേഷന്റെ ഡിപ്പെൻഡൻസ് T² ആണോ T³ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന ഒരു ഏരിയയാണ്. പിന്നെ നിയർലി ഫ്രീ ഇലക്ട്രോൺ മോഡൽ ആൻഡ് ഫോർമേഷൻ ഓഫ് എനർജി ബാൻഡ്സ്, ബ്ലോക്ക് ഫംഗ്ഷൻസ്. പിന്നെ ക്രോണി പെന്നി മോഡൽ ഇമ്പോർട്ടന്റ് ആയ ഒരു സംഭവം, അല്ലെ, നമ്മൾ പഠിക്കുന്ന സമയത്ത് SK ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ക്രോണി പെന്നി മോഡൽ. PSC ലെവലിൽ ആ മോഡലിന്റെ ഇമ്പോർട്ടൻസും അത് നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഡയലക്ട്രിക് കോൺസ്റ്റന്റ്, ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ്, ഫെറോ ഇലക്ട്രിക് ഡൊമെയിൻ, ആന്റി ഫെറോ ഇലക്ട്രിസിറ്റി, പീസോ ഇലക്ട്രിസിറ്റി എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കുറെയൊക്കെ തട്ടിക്കൂട്ടി പഠിച്ച ഭാഗങ്ങളായിരിക്കും ഈ ലാംഗവിൻസ് തിയറി ഓഫ് ഡയാമാഗ്നറ്റിസം, ഇതൊക്കെ ഈ ഭാഗങ്ങളൊക്കെ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിന്റെ മെയിൻ ഐഡിയാസിലേക്ക് മാത്രം കണ്ണോടിച്ച് വേഗം നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കേണ്ടതാണ് നിങ്ങൾ. നീൽ മോഡൽ ഓഫ് ആന്റി ഫെറോ മാഗ്നറ്റിസം, ഇതെല്ലാം. അതിനുശേഷം വന്നു നമ്മുടെ ഇമ്പോർട്ടന്റും
വളരെ ഈസി ആയി പഠിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള സൂപ്പർ കണ്ടക്ടിവിറ്റി. Type 1 and Type 2 superconductors are important classifications of superconductors. അല്ലെ, സൂപ്പർ കണ്ടക്ടേഴ്സുമായി റിലേറ്റ് ചെയ്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്കൽ തിയറി. ഏത് തിയറി അത്? BCS തിയറി. 3 സയന്റിസ്റ്റുകളുടെ പേരിന്റെ ആദ്യക്ഷരം കൊണ്ടാണ് ബാർഡീൻ, കൂപ്പർ, ഷിയഫർ. അങ്ങനെയാണ്. അതുകൊണ്ടാണ് BCS തിയറി എന്നൊരു തിയറി, അല്ലെ? ആ BCS തിയറി കൊടുത്ത എക്സ്പ്ലനേഷൻ, ഈ 3 സയന്റിസ്റ്റുകൾ കൊടുത്ത എക്സ്പ്ലനേഷൻ ആയിരുന്നു എന്തുകൊണ്ട് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നൊരു ഫിനോമിനൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന് കറക്റ്റായ എക്സ്പ്ലനേഷൻ ആയിട്ട് അന്നത്തെ ശാസ്ത്രം അംഗീകരിച്ചത്. ബാർഡീൻ എന്ന് പറയുന്ന നമ്മുടെ സയന്റിസ്റ്റിന് 2 പ്രാവശ്യം നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇതിനും ഈ കണ്ടുപിടുത്തത്തിനും, ഒന്ന് നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ കണ്ടുപിടുത്തത്തിനും. അപ്പോൾ ടൈപ്പ് 1 ഇതൊക്കെ പഠിക്കാൻ നമുക്ക് നല്ല താല്പര്യമുള്ള മേഖലയാണ്. നമ്മൾ പഠിക്കുമ്പോഴും ഈ ഒരു മെയ്സ്നർ ഇഫക്റ്റ് എന്താ, ടൈപ്പ് 1 ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് എന്താ, ജോസഫ്സൺ ഇഫക്റ്റ് എന്താ എന്നുള്ളതൊക്കെ ഉറപ്പായിട്ടും 100% ഉറപ്പാണ്. ആ ഭാഗം നമ്മൾ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അത് ഇപ്പോഴും ഫോളോ ചെയ്യുക. ആ ഭാഗത്ത് ആൻസർ ചെയ്യാൻ പറ്റുന്ന പോലെ ആക്കുക. എനർജി ഗ്യാപ്പ്, ഐസോട്രോപിക് ഇഫക്റ്റ്, ദേ വന്നു. ലണ്ടൻ ഇക്വേഷൻസ്, ലണ്ടൻ ഇക്വേഷൻ 1ഉം 2ഉം ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. കൂപ്പർ പെയർ എന്താണ്? അതുപോലെ തന്നെ നമുക്കൊരു ഷോർട്ട് ആൻസർ ഒക്കെ വരുന്നൊരു മേഖലയാണ് എപ്പോഴും, അല്ലെ? ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്താണ്? സൂപ്പറേറ്റും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 1 വേർഡ് ഒക്കെ ചോദിക്കാവുന്ന ഒരു, അല്ലെങ്കിൽ നമുക്കൊരു 1 ക്വസ്റ്റ്യൻ ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ്. അപ്പൊ സൂപ്പർ കണ്ടക്ടിവിറ്റി ഇമ്പോർട്ടന്റ് ആയ ഒരു ഐഡിയ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു, നമുക്ക് താല്പര്യമുള്ള ഒരു മേഖല. നമ്മൾ നല്ലപോലെ പഠിച്ചിട്ടുണ്ടായിരിക്കും ഉറപ്പായിട്ടും അന്ന് PGക്ക് പഠിക്കുമ്പോൾ. കാരണം നമുക്ക് ഒരു എസ്സേയും ഒരു 2-3 ഷോർട്ട് ആൻസർ കിട്ടുന്ന ഭാഗമായിരുന്നുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോഴും ആ പെർഫോമൻസ് നമ്മൾ നിലനിർത്തുക. സോ 10 മാർക്ക് അവിടെ റെഡിയായി കിട്ടി. നമുക്ക് 70 മാർക്കിലോട്ട് നമ്മൾ കടന്നു. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിന്റെ ഇമ്പോർട്ടന്റ് ആയ ബുക്ക് കിറ്റലാണ്. എങ്കിൽ പോലും നമ്മൾ കിറ്റൽ അന്ന് റിലൈസ് ചെയ്തിട്ട്, കിറ്റൽ വായിക്കാനൊക്കെ നല്ല രസമാണ്, പക്ഷെ മെനക്കെട്ട് വേണം വായിക്കാൻ. നമ്മുടെ ബാബർ അൻപുരിയുടെ ബുക്കും നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ കയ്യിലുള്ള ബുക്സും നോട്ട്സും ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് അത് കംപ്ലീറ്റ് ആക്കുക. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ടൈപ്പ് 1 ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് നല്ല വൃത്തിയായി ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഫിഗറും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെ? എന്താണ് HC? ഇവിടെ ഉണ്ടാകുന്ന മെയ്സർ ഇഫക്ട് നോക്കൂ. ആ ഒരു ബോഡിയിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡിന്റെ പുറത്താണ് ആള്, പുറത്തേക്ക് കൂടെ പോകുന്നത്. അതാണ് മെയ്സർ ഇഫക്ട് എന്ന് പറയുന്നത്. മെയ്സർ ഇഫക്ട് കാണിക്കുന്ന ആൾക്കാർ ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഇതാണ് നമ്മുടെ ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇത് മെയ്സ്നർ സ്റ്റേറ്റ് ആണ്, പുറത്ത് നോർമൽ സ്റ്റേറ്റ്. ഇവിടെയാണെങ്കിലോ ടൈപ്പ് 2 ആണെങ്കിലോ ഇത് മെയ്സ്നർ സ്റ്റേറ്റ്, ഇത് മിക്സ്ഡ് സ്റ്റേറ്റ്, ഇത് നോർമൽ സ്റ്റേറ്റ്. അങ്ങനത്തെ ഒരു രീതിക്കാണ് വരുന്നത്. ഓക്കെ, ഇവിടെ HC എന്ന് പറഞ്ഞ ഒറ്റൊരു H ഉണ്ടാവുള്ളൂ. ഇവിടെ HC1 ഓൾസോ HC2, 2 ഡിഫറെന്റ് റെപ്രസെന്റേഷൻസ് ആർ ദ. സോ ടെമ്പറേച്ചറും H തമ്മിലുള്ള ഒരു ഗ്രാഫാണ് നമ്മുടെ ഈ ഒരു ടൈപ്പ് 1 ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ്. സോ വി ക്യാൻ ഗോ ഇൻ ടു ഇങ്ങനത്തെ നോട്ട്സ് ആണ് നമ്മുടെ ആപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ ഫീൽഡ് ആണ് HC നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. HC എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഫീൽഡ് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സിനെ നമ്മൾ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നും വിളിക്കും. ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സിനെ ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നും വിളിക്കും. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ഒരു മേഖലയാണ്, അല്ലെ? സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ്, ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ്. സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ ദോസ് which can tolerate impurities without affecting the superconducting properties. Hard superconductors are those which can tolerate impurities, that is the impurity affects the superconducting properties. ഇത് ടേബിൾ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. ദ എക്സിബിറ്റ് പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ് മെയ്സ്നർ ഇഫക്റ്റ്. പിന്നെ ഇവിടെയാണെങ്കിലോ 2 critical fields HC1 and HC2 are the do not exhibit perfect and complete Meissner effect. പിന്നെ ഇത് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് എന്താണ്? വെരി ലോ ഫീൽഡ് സ്ട്രെങ്ത് വാല്യൂ ആണ്. എക്സാമ്പിൾ PD, HD, ZN. ഇവിടെ ആകുമ്പോൾ ടൈപ്പ് 2 NBN, BA, BI3 ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സാമ്പിൾസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. അപ്പൊ ടൈപ്പ് 1 ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഒരു ടേബിൾ ആയിട്ടൊന്ന് റെപ്രസെന്റ് ചെയ്തത് മാത്രം. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ 7 പേപ്പറും കഴിഞ്ഞു. 70 മാർക്ക് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ അടുത്ത പേപ്പറിലോട്ട് പോകുന്നു. അതായത് സ്പെക്ട്രോസ്കോപ്പി, അറ്റോമിക് ആൻഡ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി. 10 പേപ്പർ 10 മാർക്ക് ഈച്ച് എന്ന രീതിയിലാണ് സിലബസിന്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിലാണെങ്കിൽ നമ്മുടെ നോൺ റിജിഡ് റൊട്ടേറ്റർ, ബോൺ ഓപ്പൺ ഹ്യൂമർ അപ്രോക്സിമേഷൻ എന്താണ്, അതുപോലെ തന്നെ നോർമൽ മോഡ് ആൻഡ് വൈബ്രേഷൻ മോഡ് ഓഫ് H2 ആൻഡ് CO2, ദെൻ റൊട്ടേഷണൽ രാമൻ സ്പെക്ട്രം ഓഫ് സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ രാമൻ ഇഫക്റ്റ് എന്താണ്, ഇൻവേഴ്സ് രാമൻ ഇഫക്റ്റ് എന്താണ്,
vibration analysis of bands systems, Deslanders table. Deslanders table ആ ഭാഗം ലാമ പ്രിസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂക്ലിയർ സ്പിൻ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. മോസ്ബെയർ സ്പെക്ട്രോസ്കോപ്പി, അതുപോലെ തന്നെ റെസൊണൻസ്. അപ്പൊ നമ്മൾ ഈ ഭാഗത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ സിലബസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി, അതുപോലെ തന്നെ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി, ഇതൊക്കെ നമ്മൾ വൃത്തിയായി പഠിച്ചിരിക്കണം. ഇവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അവരുമായി റിലേറ്റഡ് ഇക്വേഷൻസ് എല്ലാം പോയാലാണ് മോസ്ബെയർ സ്പെക്ട്രോസ്കോപ്പി എന്നൊരു വാക്ക് പറഞ്ഞുകൂടെ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇതെല്ലാം നമ്മൾ രാമൻ സ്പെക്ട്രോം അല്ലെ, രാമൻ സ്പെക്ട്രത്തിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ വൃത്തിയായി ഇതെല്ലാം പഠിച്ചിരിക്കണം. കാരണം ഒരു PSC ലെവൽ ഒരു ഇതിൽ നമ്മൾ വളരെ ഒരുപാട് ഡെപ്തില് മനസ്സിലാക്കാൻ വേണ്ടത്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻസ് വരില്ല. എങ്കിൽ പോലും ഒരു PSC എക്സാം ആണ് ഇത് എന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം എപ്പോഴും നമുക്ക് ഒരു നമ്മൾ കണ്ടന്റിനെ നോക്കി കാണേണ്ടത് ഇങ്ങനെയായിരിക്കണം. ഈ ഒരു ഭാഗത്തുനിന്ന് PSC എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും എന്ന രീതിയിൽ വേണം നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടന്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയാണ് നമ്മുടെ അറ്റോമിക് ആൻഡ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി എന്ന ഭാഗത്തുനിന്ന് 10 മാർക്കാണ് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്നത്. ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആണ്. ഇതും നമ്മളെ വല്ലാതെ കുഴപ്പിക്കൊന്നും ചെയ്യാത്തൊരു ഭാഗമാണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. നമുക്ക് അരുൾദാസ് സാറിന്റെ ബുക്ക് നമ്മളുടെ കയ്യിലുണ്ടായിരിക്കും. നമ്മൾ ഡിപ്പെൻഡ് ചെയ്തൊരു ബുക്ക് ആയിരിക്കും അരുൾദാസ് സാറിന്റെ ബുക്ക്. അത് നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ സ്പെക്ട്രോസ്കോപ്പിയുടെ ഭാഗം നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ കയ്യിൽ ഇപ്പോ 80 മാർക്കും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി മൈക്രോ പ്രൊസസർ എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്. കുറച്ച് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലെ, ബേസിക്, അതായത് ഒരുപാട് നമ്മളെ ഇങ്ങോട്ട് എന്താ ഈ ബാക്കിയുള്ള പേപ്പറിനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഇതിൽ നമുക്ക് കൃത്യമായ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇന്ന ഭാഗങ്ങൾ, കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതേപോലെ പഠിച്ചു കഴിഞ്ഞാൽ അതന്നെ ഉള്ളൂ. ഓരോ ബിറ്റുകളുടെ കാര്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയി പഠിച്ച് 8 ബിറ്റ് 16 ബിറ്റ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയി പഠിച്ചു കഴിഞ്ഞാൽ അതേ രീതിയിലെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് മൈക്രോ കമ്പ്യൂട്ടേഴ്സിന്റെ കാര്യങ്ങള്. അതുപോലെ തന്നെ ഓവർവ്യൂ ഓഫ് 8051 മൈക്രോ കൺട്രോളർ, ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡിയ ആണ്. 10 മാർക്കാണ് മൈക്രോ പ്രൊസസർ എന്ന ഭാഗത്ത് നിന്നുള്ളത്. സബ്ട്രാക്ഷൻ ഓഫ് 2 8-bit ആൻഡ് 16-bit നമ്പേഴ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഇന്റൽ 8085ഉം 8051 മൈക്രോ കൺട്രോളർ നിങ്ങൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മാർക്ക് ഈ ഭാഗത്ത് നിന്ന് ഉറപ്പിക്കാവുന്നതാണ്. ഇത് ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആണ് മൈക്രോ പ്രൊസസർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു 10 മാർക്സ് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഡാറ്റ ട്രാൻസ്ഫർ സിസ്റ്റം 8085 അപ്ലിക്കേഷൻസ് ഓഫ് മൈക്രോ പ്രൊസസർ, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, ക്ലോക്ക് ഫോർ AD കൺവേർഷൻ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡിയാസ് ആണ്. മൈക്രോ പ്രൊസസറിന് മാധുറിന്റെ ബുക്കാണ് നമ്മൾ റിലേ ചെയ്യേണ്ടത്. ഇമ്പോർട്ടന്റ് ആണ്, എല്ലാം നോക്കി വൃത്തിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് മൈക്രോ പ്രൊസസർ. നമുക്കത് ആ ഒരു മാർക്ക് നമുക്ക് എഷ്യൂർ ചെയ്യാവുന്നതുമായിട്ടുള്ള ഒരു ഏരിയ ആണ്. അടുത്ത ഇമ്പോർട്ടന്റ്, ഇപ്പൊ നമ്മൾ നോക്കൂ, ഇപ്പൊ എത്രയായി? 8 കഴിഞ്ഞു, 9 കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 90 മാർക്സ് റെഡിയാണ്. 100 മാർക്കിലാണ് PSC എക്സാം അല്ലെ. അപ്പോ 90 മാർക്സ് റെഡിയാണ്. നമ്മുടെ അവസാനത്തെ ഭാഗമായിട്ടുള്ള ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ്, 10 മാർക്കാണ് ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സിന് കൊടുത്തിരിക്കുന്നത്. ഈ 10 മാർക്ക് സുഖമായി, നമ്മൾ നേരത്തെ ന്യൂക്ലിയർ പാർട്ടിക്കിൾ ഫിസിക്സിനെ പറഞ്ഞതിനേക്കാൾ മെനക്കടില്ലാതെ നമുക്ക് കൈ കിട്ടുന്ന കാര്യങ്ങളാണ് ലേസറുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ലേസറിൽ എങ്ങനെയാണ് ഒപ്റ്റിക്കൽ പമ്പിങ് നടക്കുന്നത്, അവിടെ പമ്പിങ് സിസ്റ്റം എന്താണ്, ലേസറിന്റെ ഹീലിയം നിയോൺ ലേസർ എങ്ങനത്തെ ലേസർ ആണ്, അതുപോലെ 3 ലെവൽ ലേസർ ഉദാഹരണം, 4 ലെവൽ ലേസർ ഉദാഹരണം, ഇവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സിന്റെ ഭാഗത്തുനിന്ന്. അതുപോലെ തന്നെയാണ് ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഭാഗവും. ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, ഒപ്റ്റിക്കൽ ഫൈബറിന്റെ പ്രോസസ് എന്തൊക്കെയാണെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ 10 മാർക്സ് നമുക്ക് ഈസി ആയി എഷ്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്. നോക്കൂ, ഐൻസ്റ്റീൻസ് കോയിഫിഷ്യൻസ്, എ കോയിഫിഷ്യന്റ്, ബി കോയിഫിഷ്യന്റ് ഉണ്ട് ഐൻസ്റ്റീൻ അല്ലെ. ലൈൻ ബ്രോഡനിങ് മെക്കാനിസം, അതുപോലെ ക്യൂ സ്വിച്ചിങ്, മോഡ് ലോക്കിംഗ്, 4 ലെവൽ സോളിഡ് സ്റ്റേറ്റ് ലേസേഴ്സ്, കാർബൺ ഡയോക്സൈഡ് ലേസർ, ഡൈ ലേസേഴ്സ്, സെമി കണ്ടക്ടർ ലേസേഴ്സ്, എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഒറ്റ കാര്യം പോലും ഈ ഒരു ഭാഗത്ത് വിടാനില്ല. കറക്റ്റ് നോട്ടും എല്ലാം നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. ഈ ഭാഗത്തിന്റെ ലേസറിന്റെ ഓരോ ലേസറും എടുത്തു വെച്ച് അല്ലെ, ഓരോ ലേസറും എടുത്തു വെച്ച് നമ്മുടെ മെയിൻമാൻ കണ്ടുപിടിച്ച ലേസർ മുതലുള്ള കാര്യങ്ങളെല്ലാം, എല്ലാ ലേസറിന്റെ എല്ലാ പ്രോസസ്സുകളും നിങ്ങൾ വൃത്തിയായി പഠിക്കേണ്ടത് ആവശ്യമാണ്. Then spatial frequency filtering and holography. Holography is another important topic. Holography. Then second harmonic generation, it's also important.
acceptance angle of optical fiber. നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിലോട്ട് കടന്നു. ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഒപ്റ്റിക്കൽ ഫൈബറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, ഗ്രേഡർ ഇൻഡെക്സ് ഫൈബർ, അതെങ്ങനെയാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ, എന്തുകൊണ്ട് അതിനെ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പേര് കൊടുത്തു, എന്തുകൊണ്ട് അതിനെ ഗ്രേഡർ ഇൻഡെക്സ് ഫൈബർ എന്ന് പേര് കൊടുത്തു, എങ്ങനെയാണ് അവരുടെ ഫീച്ചേഴ്സ്, പ്രോപ്പർട്ടീസ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡിയ ആണ്. ദെൻ ന്യൂമറിക്കൽ അപ്പർച്ചർ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. ന്യൂമറിക്കൽ അപ്പർച്ചർ എങ്ങനെയാണ്, അത് റിലേറ്റഡ് ഇക്വേഷൻ എന്താണ് എന്നൊക്കെ, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇക്വേഷൻ. ഇതാ കൊടുത്തിരിക്കുന്നു, സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, ഗ്രേഡർ ഇൻഡെക്സ് ഫൈബർ, ക്ലാസിഫിക്കേഷൻ. അതുപോലെ തന്നെ അറ്റുനേഷൻ ഇൻ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്, ഓൾസോ ദ അബ്സോർപ്ഷൻ ലോസസ്, ദെൻ ലീക്കി മോഡ്സ്, ഓൾസോ ദ റേഡിയേഷൻ ഇൻഡ്യൂസ്ഡ് ലോസസ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, ഗ്രേഡർ ഇൻഡെക്സ് ഫൈബർ എല്ലാം വൃത്തിയായി നോക്കുക. അതിന്റെ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ വരുന്നത്, അതുപോലെ തന്നെ ലേസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫൈബർ ഒപ്റ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം ഇമ്പോർട്ടന്റ് ആയി നോക്കി മനസ്സിലാക്കുക. ഇമ്പോർട്ടന്റ് ആണ് ഈ ഭാഗം. ഇമ്പോർട്ടന്റ് ആണ് എന്നതിനേക്ക് അപ്പുറം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മേഖലയും കൂടിയാണ് ഈ ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനൊരു ഇത് കാണിക്കരുത്. നല്ലപോലെ ആ ഭാഗം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ചെയ്യാം. നോക്കൂ, ലേസറിനെ കുറിച്ച് പറയാം. ഇത് പോകുമ്പോ അല്ലെ, ഒരു ശരിയല്ല. ലേസർ എന്ന് പറയുന്നത് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. നമുക്ക് എപ്പോഴെങ്കിലും നമ്മളോട് ഈ ലേസർ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ, ഇവിടെ വെക്കണോ ഓഫ്, അവിടെ വെക്കണോ ബൈ എന്നൊക്കെ പറഞ്ഞ് ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവും. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയ സത്യം പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻസും ഉണ്ടാവില്ല. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ, ലൈറ്റ് ഈസ് ആംപ്ലിഫൈങ് by what method? By stimulated emission of radiation, by the method of stimulated emission of radiation. So emission is actually, there are two types of emissions, spontaneous emission as well as stimulated emission. What is spontaneous emission? Spontaneous emission is actually happening spontaneously. Stimulated emission is happening with the need of external aid. That is what meant by stimulated emission. So with the help of stimulated emission only, the light is amplified. That is, the light amplification by stimulated emission of radiation is the expansion of laser. In laser, the intensity of light is amplified by a process called stimulated emission. So stimulated emission is the important property that is related to the laser. The laser is perhaps the most important optical device to be developed in past 50 years. Since its arrival in 1960s, rather quiet and unheralded outside the scientific community, it has provided the stimulus to make optics one of the most rapidly growing fields in science and technology today. So is ലേസറിനെ കണ്ടുപിടുത്തു, അതുമായിട്ട് റിലേറ്റഡ് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ മനസ്സിൽ നോക്കുന്നത് വേണം. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നതാണ് ലേസർ എന്നതിന്റെ എക്സ്പാൻഷൻ. സ്റ്റിമുലേറ്റഡ് എമിഷൻ ഈസ് ഇമ്പോർട്ടന്റ്. നോക്കൂ, അപ്പൊ ലേസറും ലേസർ പറഞ്ഞാൽ നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബറും കൂടി ഒന്ന് നോക്കിയിട്ട് പോകാം. ഒപ്റ്റിക്കൽ ഫൈബർ is latest underground cable that is being used extensively in all the networks, including long distance trunks, junction circuits, and even the local subscriber loops to enhance the data transmission. So optical fibers, they are important in data transmission. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ പണ്ടത്തെ പോലെ അല്ലെ ഒപ്റ്റിക്കൽ ഫൈബർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഇമ്പോർട്ടൻസ്, ആൻഡ് ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് എ flexible transparent fiber made of very pure glass. So what is optical fiber? Optical fiber is a flexible transparent fiber made of very pure glass. Okay, so optical fiber ne kurichu rendu vachakam parnadana. Optical fiber ന്റെ important parts ആണ് core, cladding, coating, സ്ട്രെങ്ത് മെമ്പറും ഔട്ടർ ജാക്കറ്റും നമ്മൾ അത്ര പറയാറില്ല എങ്കിൽ പോലും ഇരുന്നോട്ടെ. സ്ട്രെങ്ത് മെമ്പർ, ഔട്ടർ ജാക്കറ്റ്. 3 important parts of optical fiber are core, cladding, and the third one that. അപ്പൊ ഞാൻ ഈ ഒരു സ്ലൈഡ് റെപ്രസെന്റ് ചെയ്തത് ഇങ്ങനെയാണ്. കളർഫുൾ ആയും നമുക്ക് മനസ്സിലാവുന്നതും മൈൻഡിനെ പിടിച്ചു നിർത്താവുന്നതുമായിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സുകൾ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ലേൺസ് അക്കാഡമിയില്, ബിഗ് ലേണിംഗ് ആപ്പില്. അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു സയന്റിഫിക് ഓഫീസർ ഫിസിക്സിന്റെ ആ ഒരു 10
അല്ലെ 10 കറക്റ്റായിട്ട് കട്ട് ആൻഡ് ക്ലിയർ ആയി കൊടുത്തിട്ടുണ്ട്. 10 മൊഡ്യൂളുകള്, 10 പേപ്പറുകള്, ഈച്ച് പേപ്പറിന് 10 മാർക്ക്. ആ ഒരു രീതിയിൽ വളരെ വ്യക്തമായി കൃത്യമായി നമുക്ക് സിലബസ് തന്നിട്ടുണ്ട്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയും ക്വസ്റ്റ്യൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയും അതുപോലെ തന്നെ കണ്ടന്റുകൾ പഠിക്കുന്ന രീതിയും ഞാൻ ഈ സെഷനിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളതും ഒന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പഠനം ഒട്ടും പിന്നോട്ട് വെക്കാതെ ഇതൊന്ന് പറഞ്ഞോട്ടെ. ഒപ്റ്റിക്സുമായി നമ്മൾ ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ് പറഞ്ഞപ്പോൾ നമ്മൾ വിട്ടുപോയതാണ്. അജോയ് കിട്ടക്കിന്റെ ബുക്ക് നല്ലൊരു ബുക്കാണ്, വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ബ്രിജിദാലാൻ സുബ്രഹ്മണ്യത്തിന്റെ ബുക്ക് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും ആ ബുക്ക്. അപ്പൊ ഈ 2 ബുക്സ് ആണ് നമ്മൾ ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. അപ്പോ നമ്മൾ പറഞ്ഞതാണ്, അതായത് സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് നല്ലൊരു പോസ്റ്റാണ്, ഗസറ്റഡ് റാങ്ക് ആണ്, ശമ്പളം കഴിഞ്ഞ തവണത്തേക്കാൾ ഒരുപാട് റിവൈസ് ചെയ്തിട്ടാണ് ഇതവണ വന്നിരിക്കുന്നത്. പിന്നെ ആ ഒരു ജോലിക്ക് അതിൻ്റെതായ ഒരു ഇത് ഉണ്ടായിരിക്കും, കാരണം ഗസറ്റഡ് പോസ്റ്റ് ആണ്. അപ്പോ നല്ല രീതിയിൽ ടോപ്പ് 10 റാങ്കിൽ തന്നെ ഞാൻ വരണം എന്ന രീതിയിൽ വേണം നിങ്ങളുടെ പഠനം. ഇപ്പോ കൺഫർമേഷനും കൂടി കൊടുക്കാനുള്ള സമയം കൂടി വന്നതുകൊണ്ടും എക്സാം ഡേറ്റ് വന്നതുകൊണ്ടും നമ്മൾ കറക്റ്റ് ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഏൺസ്റ്റ് അക്കാഡമിയുടെ ഈ നമ്മുടെ ആപ്പ് ക്ലാസ്സുകളിൽ ലൈവ് റെക്കോർഡ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ്സസ്, മോക്ക് ടെസ്റ്റുകൾ, ഇന്റൻസീവ് ട്രെയിനിങ് എല്ലാം മെന്റർഷിപ്പ്, പേഴ്സണൽ മെന്റർഷിപ്പ് നിങ്ങൾക്ക് അറ്റ് എനി ടൈം യു ക്യാൻ കോൾ എനി ഫാക്കൽറ്റീസ് ഫോർ ദ ഡൗട്ട്. നിങ്ങൾക്ക് മെന്റേഴ്സിനൊക്കെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല വൃത്തിയായി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പരീക്ഷയാണ് സയന്റിഫിക് ഓഫീസർ ഫിസിക്സ്. അപ്പോ ഏറ്റവും ടോപ്പ്, പിന്നെ ഏതൊരു എക്സാം ആണെങ്കിലും നമ്മൾ ഒരുപാട് പിന്നിലോട്ട് ഇപ്പോഴത്തെ ഒരു സിനാറിയോ വെച്ചിട്ട് അതാണ് സേഫ്. ഒരു ടോപ്പ് 10ൽ തന്നെ വരാവുന്ന രീതിയിൽ വേണം ഓരോരുത്തരും പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ആ ഒരു രീതിക്ക് തന്നെ പോട്ടെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ്. ഒരു പാകപ്പിഴയും വരുത്താതെ ഒറ്റഘട്ടത്തിൽ പോലും പിന്നോട്ട് വരാതെ കറക്റ്റ് ആയിട്ട് മുന്നോട്ട് തന്നെ പോട്ടെ. അവസാനം, അതായത് നമ്മൾ എപ്പോഴും പറയില്ല, ഒരു സ്റ്റെപ്പും കൂടി പോയാൽ നമ്മുടെ വിജയത്തിലോട്ട് എത്തും എന്ന രീതിയിൽ നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ ഒരുപക്ഷെ പിന്മാറുന്നത്. അപ്പൊ അങ്ങനത്തെ അവസ്ഥകളൊന്നും വരാതെ നമ്മൾ കറക്റ്റ് ഡോറ് നമുക്ക് തുറന്ന് നമുക്ക് ആ ഒരു പരീക്ഷയിലോട്ടും ആ ഒരു റാങ്ക് ലിസ്റ്റിലും നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ. കൃത്യമായ സിലബസ്, കൃത്യമായിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, കൃത്യമായി എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ഭാഗങ്ങൾ കൃത്യമായി നോക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം, ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരും എന്നുള്ളത് ഈ ഒരു സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി ചെയ്യേണ്ടത് നിങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്യണം. കയ്യിലുള്ള കണ്ടന്റുകള്, കോഴ്സിൽ ജോയിൻ ചെയ്യാത്ത താല്പര്യം, ഇനിയും ജോയിൻ ചെയ്യാത്തവർക്കും 2 മാസം നമ്മളെ കുറെയൊക്കെ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് ഉണ്ട് അല്ലേ. അപ്പൊ ഇതിപ്പോ നമുക്ക് ഓഗസ്റ്റ് ലാസ്റ്റ് ആയി, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ലാസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ 100 ഡേയ്സ് സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് ആ റിവിഷന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ചവിട്ടി പിടിച്ചൊന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു ഫുൾ കണ്ടന്റുകള് നമുക്ക് ആപ്പിൽ നിന്ന് കിട്ടും. അപ്പൊ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമുക്ക് ഈ ഇതിലെ നമ്പറിൽ, കോൺടാക്ട് നമ്പറിൽ കോൾ ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഇനിയും വൈകിട്ടില്ല, 2 മാസം ഉണ്ട്. നമ്മൾ PG പഠിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ പരീക്ഷ അപ്ലൈ ചെയ്യാൻ പറ്റിയത്. അപ്പൊ ഒന്ന് ഫ്രഷ് അപ്പ് ആക്കാൻ വേണ്ടി നമുക്കൊന്ന് ഒരുമിച്ച് ഉത്സാഹിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ എക്സാമിന് പ്രിപ്പറേഷൻസ് നടത്തുക. നല്ലൊരു പോസ്റ്റ് ആണെന്ന് വീണ്ടും പറയുന്നു, കാരണം നല്ല ഗ്ലോറിയസ് ആയ ഒരു പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും പരീക്ഷയ്ക്ക് ആശംസകൾ. താങ്ക് യു.